ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരായനം എന്ന നോവലാണ്. നോവലിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സന്ദീപ്, അല്ലി ഞങ്ങളുടെ മകളല്ല എന്നുള്ളത് ആരെ അറിയിക്കാതെ അവളെ വളർത്തിയത് ഞങ്ങളുടെ സെൽഫിഷ്നെസ്സാണ്. അതിപ്പോഴും ഉണ്ട്. അവൾക്ക് വേറൊരു അച്ഛനോ അമ്മയോ ഉണ്ടാകുന്നതിൽ സന്തുഷ്ടരാകാനും മാത്രം ത്യാഗസമ്പന്നരല്ല ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ അതോടൊപ്പം തന്നെ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിൽ വലിയ സംതൃപ്തിയുണ്ട് താനും. അങ്കിള് സംസാരിക്കേ, ഒന്നിനും നിർബന്ധിക്കണ്ട. ഡിസിഷൻ അവളുടേതായിക്കോട്ടെ, അതല്ലേ നല്ലത്. നമ്മൾ അവളുടെ കൂടെ ഇല്ലെന്ന് തോന്നിക്കരുത്. ഞാൻ അവളോട് പറയാം. ഡിഫിക്കൽട്ടീസൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി അവൾക്കുണ്ട്. ശരി അങ്കിളെ, സംസാരിച്ചിട്ട് വിളിക്കണേ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. സന്ദീപ് ഫോൺ വെച്ചു. ഭാരം വലത്തെ തോളിൽ നിന്നും ഇടത്തെ തോളിലേക്ക് മാറ്റിയ പോലെ ചെറിയൊരു ആശ്വാസം. അല്ലിമ്മ കാൽമുട്ടുകൾക്ക് മീതെ മലർത്തി വെച്ച് തന്നെ കൈപ്പടകളിലേക്ക് നോക്കിയിരിപ്പ് തുടങ്ങിയിട്ട് കുറേ നേരമായി. അവളുടെ മനസ്സിൽ വേലിയേറ്റം നടക്കുന്നുണ്ടെന്ന് രാജഗോപാലിന് മനസ്സിലായി. ചിന്തകൾ കടിഞ്ഞാൻ പൊട്ടിയ കുതിരകളായി ചിതറിപ്പായുന്നുണ്ട്. ഒരു ലക്ഷ്യസ്ഥാനം കാണാൻ കഴിയാത്തതിൻ്റെ വേവലാതിയുണ്ട് മുഖത്ത്. മോളെ, സന്ദീപ് വല്ലാത്ത ഡിലേമയിലാണ്. അവന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് പലതും മറികടന്നാണ് ഇവിടം വരെ എത്തിയത്. എനിക്കറിയാം അച്ഛാ. കുരുക്ഷേത്രത്തിൽ നിൽക്കുന്ന അർജുനെ പോലെ തന്നെയാണ് അവന്. എതിർവശത്ത് അച്ഛൻ്റെ കാരണവന്മാരും ബന്ധുജനങ്ങളും. കൗരവരെ പോലെ തന്നെ അധികം സൈനിക സ്വാധീന ശക്തികൾ അവരോടൊപ്പം തന്നെയാണ്. ഇപ്പുറത്ത് ഞാനും അച്ഛനും മാത്രം. പിന്തുണയുണ്ട് നിനക്ക്. സന്ദീപ് 100% നിൻ്റെ കൂടെയാണ്. പക്ഷെ നമ്മുടെ പരിമിതികൾ വലുതാണ്. ഒന്നേന്ന് തുടങ്ങണം. ഒരു കേസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വാലും തലയും കണ്ടെത്തണം. തെളിവുകൾ ശേഖരിക്കണം. അത് യുക്തിഭദ്രമായിട്ട് പോലീസിനെയും കോടതിയെയും ബോധിപ്പിക്കണം. സാഹചര്യ തെളിവുകളെ കൂട്ടുപിടിക്കുകയല്ലാതെ ഒന്നിനും ദൃക്സാക്ഷികളോ ശരിയായ രേഖകളോ ഉണ്ടാകാനിടയില്ല. കേസ് തോൽക്കുകയായിരിക്കും ഫലം. ഇതിനിടയ്ക്ക് ജീവന് വരെ ഭീഷണി ഉണ്ടായെന്ന് വരാം. അല്ലിമ അനുകൂലാർത്ഥത്തിൽ തലയാട്ടി. അച്ഛൻ എന്തായാലും ഇനി മുന്നോട്ടിറങ്ങണ്ട. അച്ഛൻ ഈ പ്രായത്തിൽ അത്രയും ടെൻഷൻ താങ്ങാൻ പറ്റില്ല. ഓഫീസിലും പോകണ്ടേ. സന്തോഷേട്ടൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട് അച്ഛാ. ഇതങ്ങനെ തേഞ്ഞു മാഞ്ഞു പോവില്ല എന്ന്. ഒരു വെളിച്ചം കിട്ടും. ഒരു വഴി തെളിഞ്ഞു വരും. അല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അച്ഛനെന്തിനാ എന്നെ എടുത്തു വളർത്തിയേ? അതവളുടെ പ്രതീക്ഷയാണെന്ന് രാജഗോപാലിന് മനസ്സിലായി. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവൾ തന്നെത്താൻ ഒരു മെഴുകുതിരി കൊളുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഊതിക്കെടുത്തണ്ട. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. വിധി പോലെ വരട്ടെ അല്ലേ? അല്ലിമ മൂളി. രാജഗോപാൽ എഴുന്നേറ്റ് പോയി. അല്ലിമ പിന്നെയും കുറേ നേരം കൂടി കട്ടിലിൽ അതേ ഇരിപ്പിരുന്നു. ഇരുമ്പലമാരയ്ക്ക് മീതെ എപ്പോഴും കാണാനാവുന്ന വിധം വെച്ചിരിക്കുന്ന പഴയ സ്യൂട്ട് കേസിലേക്ക് അവളുടെ കണ്ണുകൾ ഉയർത്തി. അതിലേക്ക് നോക്കുമ്പോഴെല്ലാം അവളുടെ നെഞ്ചിലൊരു പാരവശ്യം അലതല്ലും. ഒരു പഴയ സ്യൂട്ട് കേസ് അല്ല അത്. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം അടക്കം ചെയ്ത നിധിപേടകമാണ്. അതിനുള്ളിലിരുന്ന് 2 ജീവാത്മാക്കൾ ശ്വസിക്കുന്നുണ്ട്. അവർ പരസ്പരം സ്നേഹബന്ധങ്ങൾ ഉരുവിടുകയും സ്നേഹങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അവർ അതിനുള്ളിലിരുന്ന് നിലവിളിക്കുകയും അന്ത്യശ്വാസത്തിനായി പിടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ അല്ലിമയ്ക്ക് ശ്വാസം മുട്ടി. പ്രാണവായു വേണ്ടത്ര കിട്ടുന്നില്ല. അല്ലിമ പ്രാണപരിവേഷത്തോടെ കടക്ക വിട്ടെഴുന്നേറ്റു. ആ സ്യൂട്ട് കേസ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. കസേലയിൽ ഇരുന്നിട്ട് തുറന്നു. അടച്ചുപൂട്ടി അവയ്ക്കുള്ളിലേക്ക് കാറ്റടിച്ച് കയറുമ്പോഴെന്ന പോലെ അവൾക്ക് പ്രാണവായു വേണ്ടത്ര കിട്ടിത്തുടങ്ങി. ആ പെട്ടിക്കുള്ളിലെ അമൂല്യ വസ്തുക്കൾ അവൾ ഒന്നൊന്നായി തൊട്ടുതലോടി. ആൽബം, ഫോട്ടോകൾ, തുണിത്തരങ്ങൾ, ഡയറി, പിന്നെ ഏറ്റവും അടിയിൽ വിരിച്ച പഴയ പത്രത്താളുകൾക്കിടയിൽ കുറച്ചധികം കത്തുകളും. അല്ലിമ അതെല്ലാം ഇനി വായിച്ചു തീർന്നിട്ടുണ്ടായിരുന്നില്ല. അവർ പരസ്പരം കൈമാറിയ ഓരോ കത്തും വെറും അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും സംഘാതം മാത്രമായിരുന്നില്ല. അവ ഓരോന്നും ഓരോ പ്രണയോപാധിയാണ്. അലതല്ലുന്ന സ്നേഹ മഹാസമുദ്രങ്ങളാണ്. അച്ഛനും അമ്മയും ഒന്നിച്ചുള്ള ഫോട്ടോഗ്രാഫ് ഒരു ഡയറി ആൽബത്തിനുള്ളിൽ വിടർത്തി വെച്ചിരിക്കുകയാണ്. വായിച്ചു മടക്കി മാറ്റിവെച്ച കത്തുകളുടെ അടക്കിനപ്പുറത്തു നിന്നും അല്ലിമ ഒരു കത്തുകൂടി എടുത്തു തുറന്നു.
മടക്കിയ കടലാസുകളിൽ ഒട്ടിച്ചേർന്ന പോലെയാണ്. പല നിറങ്ങളിലുള്ള കടലാസുകൾ. ഇന്ന് നീ എന്തുമാത്രം സുന്ദരിയായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. നിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴൊക്കെ നെഞ്ചിലൊരു ഇടിമിന്നലുണ്ടാകുന്നത് പോലെ. പിന്നെ ഞാൻ എല്ലാം മറന്നു പോകുന്നു. ടിക്കറ്റ് എടുത്തവരെയും എടുക്കാത്തവരെയും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാനും നീയും മാത്രമേ ഉള്ളൂ ബസ്സിൽ. നിനക്ക് ഞാൻ എത്ര ടിക്കറ്റ് തന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ബസ് ഓടിക്കൊണ്ടിരുന്നു. നീ ഒരിടത്തും ഇറങ്ങാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുകൊണ്ടിരുന്നു. ടിക്കറ്റിൻ്റെ ബാക്കി വാങ്ങാനായി നീ കാത്തിരിക്കുകയാണ്. എൻ്റെ ബാഗ് നിറയെ ചില്ലറയുണ്ടായിരുന്നു. ഞാൻ ബാക്കി തരുന്നില്ല. ഞാനത് മനഃപൂർവ്വം തരാത്തതാണെന്ന് നിനക്കറിയാം. ആ ഓർമ്മയിലുള്ള കുസൃതി പുഞ്ചിരി നിൻ്റെ മുഖത്തുണ്ട്. സ്വന്തം ബസ്സിൽ നീ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ കുസൃതി ഞാൻ എത്രയോ തവണ ആസ്വദിച്ചിരിക്കുന്നു. ഇനി ഒരാഗ്രഹമേ ഉള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു സ്റ്റോപ്പിലും ഇറങ്ങാതെ നീ ഇതിലുണ്ടായിരിക്കുക. ഒടുവിൽ ട്രിപ്പ് നിർത്തി ബസ് ഒതുക്കിയിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ ടിക്കറ്റിൻ്റെ ബാക്കിയായി നെറ്റിയിൽ ഒരു ഉമ്മ തന്ന് നിന്നെ യാത്രയക്കുക. എന്തെല്ലാം ഭ്രാന്താണ് ഈ പ്രണയം കൊണ്ടുവരുന്നതല്ലേ. അത് വായിച്ച് മണിമലം പൊൻകുന്ന് റൂട്ടിലോടുന്ന ലൈൻ ബസ് മനസ്സിൽ കണ്ടു. അതിനുള്ളിൽ പ്രണയലോലുപരായി സ്നേഹിച്ച് പ്രപഞ്ചം സൃഷ്ടിക്കുന്ന രണ്ട് മനുഷ്യാത്മാക്കളെ മനസ്സിൽ ധ്യാനിച്ച് അല്ലിമയിരുന്നു. അവളുടെ മിഴികളിലെ അശ്രു കണക്കൾ നിറഞ്ഞു. അടുത്ത കത്ത്. എൻ്റെ ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സ്വപ്നമായിരുന്നോ അതോ സ്വപ്നം ഫലിച്ചതായിരുന്നോ? കാലത്ത് 9 മണി. നീ ബസ്സിൽ വന്ന് കയറിയത് മുതൽ ഞാൻ സ്വപ്നത്തിലാണ്. ഇടയ്ക്ക് ഞെട്ടി ഉണരുന്നുണ്ടായിരുന്നു. വീണ്ടും സ്വപ്നത്തിലേക്ക് മുങ്ങിത്താണ് പോകുന്നു. ഓരോ സ്റ്റോപ്പിലും നീ ഇറങ്ങുന്നില്ല. മണിമലയിൽ നിന്നും പൊൻകുന്നം വരെ, തിരിച്ച് മണിമല വരെ, വീണ്ടും പൊൻകുന്നം. എനിക്ക് ഭയം തോന്നി. ഉച്ചയൂണിന് ബസ് സ്റ്റാൻഡിൽ പിടിച്ചപ്പെട്ടപ്പോൾ ബസ്സിൽ നമ്മൾ രണ്ടുപേരും മാത്രം ബാക്കിയായപ്പോൾ ഞാൻ അരികെ വന്നിരുന്നതും എൻ്റെ ശരീരം വിറച്ചതും ഞാൻ നിന്നെ തൊട്ടതും നീ എൻ്റെ തോളത്തേക്ക് ചാഞ്ഞതും എല്ലാം സത്യമായിരുന്നു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വൈകുന്നേരം കോളേജ് വിടുന്നവരെ ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആരെല്ലാം സംശയിച്ചിട്ടുണ്ടാവും. വല്ലാത്ത ധൈര്യം തന്നെ. സമ്മതിച്ചിരിക്കുന്നു. ഇനി അങ്ങനെ വേണ്ട കേട്ടോ. എനിക്കറിയാം എന്നോടുള്ള സ്നേഹം എത്രയധികമാണെന്ന്. എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന്. ഈ സ്നേഹത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കുന്നതാണ് എൻ്റെ സായുജ്യം. ദൈവമേ, നമുക്കൊന്നിച്ച് ജീവിക്കാൻ സാധിച്ചില്ലെന്നെങ്കിൽ ഒന്നിച്ച് മരിക്കാനെങ്കിലും സാധിക്കണേ. പിന്നെയും എഴുതിയിട്ടുണ്ട്. പക്ഷെ കണ്ണീർ പാട വന്ന മൂടി അക്ഷരങ്ങൾ മാഞ്ഞു. അല്ലിമ കൺമുന്നിലെ ഫോട്ടോയ്ക്ക് മുന്നിൽ കൈകൂപ്പി വിതുമ്പി. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ, നിങ്ങളെ രണ്ടുപേരെയും കാണാൻ, നിങ്ങളുടെ അരികിലെത്താൻ. അവളുടെ മിഴികളിൽ തിളച്ച നീർക്കണം ക്രമേണ ആവിയായി മാഞ്ഞുപോയി. 5 ദിനരാത്രങ്ങൾക്ക് ശേഷം രാവിലെ ട്യൂഷന് പോകാനായി വാതിൽ തുറന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയ വിശാഖ് വേഗം ലിവിൻ റൂമിലേക്ക് തിരിച്ചു കയറി വന്നു. അച്ഛാ, കാർ പോർച്ചിൽ ഒരാൾ. ചായ കുടിച്ച് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന രാജഗോപാൽ നെറ്റിൽ ഒളിച്ചു. ആരാണെന്ന് ചോദിച്ചില്ലേ? ഇല്ല. നോട്ടം കണ്ടപ്പോൾ എനിക്ക് പേടി വന്നു. ഗുണ്ടയെ പോലെ ഒരാൾ. ഗുണ്ടയോ? രാജഗോപാൽ എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് ചെന്നു. കുറ്റിത്താടിയും കുറ്റിത്തലമുടയുള്ള ഒരാൾ. വിശാഖ് പറഞ്ഞത് ശരിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നി. തലയിലും താടിയിലും ഒറ്റ തിരിഞ്ഞ നരച്ച രോമങ്ങളിൽ കറുത്ത ടീഷർട്ടും കാവ്യമുണ്ടുമാണ് വേഷം. തോളത്തൊരു ചുവന്ന തോർത്ത്. ആരാ? മനസ്സിലായില്ല. എന്തിനു വന്നതാ? സാറാണോ രാജഗോപാൽ സാറ്? ആ അതെ. എന്തേ? ഞാൻ പെരിയാർ വാലിയിൽ നിന്ന് വരുവാ. കണിയാമ്പറമ്പിൽ ശേഖരൻകുട്ടിയുടെ മകനാ. ജയിലിലായിരുന്നു, തൊഴുപുഴയിലിറങ്ങി. രാജഗോപാലിൻ്റെ മനസ്സിലൂടെ ചില ഓർമ്മകൾ ചീറിക്കടന്നുപോയി. പെരിയാർ വാലിയിലെ ശേഖരൻകുട്ടിയുടെ വീട്. ചില സംഭാഷണങ്ങൾ. വീടിന് താഴെയുള്ള പെരിയാറിൻ്റെ അസ്ഥിപഞ്ജരം. പേരെന്താ? അനീബാബു. ചന്ദ്രബാബുവിൻ്റെ അനിയനാ. അടുത്തെടുക്കപ്പെട്ട് സ്വയം പരിചയപ്പെടുത്തി. അധ്യായം 4. വീട്ടിനുള്ളിൽ നിന്നും ശ്രീലക്ഷ്മി കൂടി ഇറങ്ങി വന്നു. ഒരു ഗുണ്ട വന്നിരിക്കുന്നുവെന്നാണ് വിശാഖ് ശ്രീലക്ഷ്മിയോട് പറഞ്ഞത്. അല്ലിമ ആരെന്ന തിരിച്ചറിവും മണിമലയിൽ ചില ആളുകളിൽ നിന്നുള്ള വെല്ലുവിളികളും ഭീഷണികളും ഒരു സുരക്ഷിതത്വമില്ലായ്മയും ആശങ്കയും അവരിലും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലിമയെ കുറച്ച് കരുതലോടെയാണ് കാക്കുന്നത്. ശ്രീലക്ഷ്മി വന്നപ്പോൾ രാജഗോപാൽ പരിചയപ്പെടുത്തി. ചന്ദ്രബാബു എന്നയാളുടെ ബ്രദറാണെന്ന് പറഞ്ഞു. അനീബാബു. ശ്രീലക്ഷ്മി സംശയത്തിലാണ് അയാളെ നോക്കിയത്. കയറിയിരിക്കുന്നോ? രാജഗോപാൽ സംശയം വിടാതെ ചോദിച്ചു. ഇല്ല, എന്നെ പരിചയമില്ലല്ലോ. നിങ്ങൾക്ക് സംശയം പേടിയും കാണും, അനീബാബു പറഞ്ഞു. അതുണ്ട്, രാജഗോപാൽ സമ്മതിച്ചു. ആരെയും വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ.
ഞങ്ങളുടെ നേർക്ക് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത പോലുണ്ട്. മനസ്സിലായി. എനിക്കിവിടെ നിന്നുകൊണ്ട് സംസാരിച്ചാൽ മതി. കയറിയിരിക്കാൻ പറഞ്ഞാലും ഞാൻ വരത്തില്ല. ഒന്നാമത് ഞാനൊരു ജയിൽ പുള്ളിയാണ്, കള്ളനാ, കൊട്ടേഷൻ പണിയും ചെയ്തിട്ടുണ്ട്. പുറകോട്ട് നോക്കിയാലും മുന്നോട്ട് നോക്കിയാലും എൻ്റെ ജീവിതം മുക്കാലും ജയിലിൽ തന്നെയാണ്. അനീബാബു വെളിപ്പെടുത്തി. ജയിലിൽ പോകാനുള്ള കാരണം? രാജഗോപാൽ ചോദിച്ചു. ഒരുപാട് കാരണങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ പോലീസാണ് എന്നെ കള്ളനാക്കിയത്. അതെങ്ങനെ സംഭവിച്ചു? അതൊക്കെ വലിയ കഥയാണ് സാറേ. എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയുക, പോലീസും കള്ളന്മാരും തമ്മിൽ 3 വ്യത്യാസമേ ഉള്ളൂ. 1, പോലീസിന് യൂണിഫോമുണ്ട്, കള്ളൻ അതില്ല. 2, പോലീസിന് സർക്കാർ ശമ്പളം കൊടുക്കും, കള്ളൻ മോഷ്ടിച്ചും പിടിച്ചു പറിച്ചും കള്ളക്കടത്ത് നടത്തി ഉണ്ടാക്കണം. 3, പോലീസിന് ഏതും പട്ടാപ്പകലും ആരെയും പേടിക്കാതെ ഇറങ്ങി നടക്കാം, കള്ളൻ അത് പറ്റത്തില്ല. നിങ്ങൾ പറയുന്ന പോലെ അല്ലാത്ത നല്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ധാരാളമുണ്ട്. നല്ല നല്ല കള്ളന്മാരും ഉണ്ട് സാറേ. അനീബാബു വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല. സാറേ, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വന്നപ്പോൾ അച്ഛനും അമ്മയും ഒരു കാര്യം പറഞ്ഞു. എൻ്റെ ചന്ദ്രേട്ടൻ്റെ മോള് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെന്ന്. അത് കേട്ടപ്പം മുതൽ എനിക്കൊരു സമാധാനമില്ല സാറേ. ഇരിക്കാനും നിൽക്കാനും വയ്യ. തൊണ്ടയ്ക്ക് താഴോട്ട് പച്ച വെള്ളം പോലും ഇറങ്ങുന്നില്ല. ആകപ്പാടെ വല്ലാത്തൊരു പരവേഷം. എനിക്ക് ആ കൊച്ചിനെ ഒന്ന് കാണണം. ഉത്കടമായ അഭിവാജ്ഞയാണ് പറയുന്നതെന്ന്. പലതരത്തിലുള്ള ഭീഷണിയുള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ അവളെ പുറത്തു വിടാറില്ല, രാജഗോപാൽ പറഞ്ഞു. എന്നെ പരിശോധിക്കാം. എൻ്റെ കയ്യിൽ കത്തിയും തോക്കും ഒന്നുമില്ല. ഞാൻ ആ ഗേറ്റിനടുത്തേക്ക് മാറി നിന്നാൽ മതിയോ? രാജഗോപാലിന് പിന്നെ സംശയമൊന്നും ഉണ്ടായില്ല. അല്ലിമോളോട് വരാൻ പറ, അയാൾ ശ്രീലക്ഷ്മിയോട് പറഞ്ഞു. ശ്രീലക്ഷ്മി അകത്തേക്ക് കയറിപ്പോയി. അനീബാബു കാർ പോർച്ചിൽ നിന്ന് ഇറങ്ങി മുറ്റത്തേക്ക് മാറി നിന്നു. ശ്രീലക്ഷ്മി അല്ലീമയെയും കൂട്ടി വന്നു. എന്താച്ചാ? ചന്ദ്രബാബുവിൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് നിന്നെ കാണാൻ. മാറത്ത് കൈകെട്ടി മുറ്റത്ത് നിൽക്കുന്ന ആളെ അല്ലിമ കണ്ടു. തൻ്റെ അച്ഛൻ്റെ അനുജനോ ഇയാൾ? നിങ്ങളെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, നിങ്ങൾ അടുത്ത് വന്നോളൂ, രാജഗോപാൽ പറഞ്ഞു. അനീബാബു സിറ്റൗട്ടിന് നേർക്ക് വന്നു. അല്ലിമ അയാൾ അടിമുടി നോക്കി. കണ്ണിൽ തിളങ്ങുന്ന അതിശയവും അഭിമാനവും ആനന്ദവും ഒഴികെ ബാക്കിയെല്ലാം ഒരു ഗുണ്ടയുടെ ലക്ഷണങ്ങൾ തന്നെ. എങ്കിലും അല്ലിമയ്ക്ക് ഭയമൊന്നും തോന്നിയില്ല. സിറ്റൗട്ടിൻ്റെ പടിക്ക് താഴെ അനീബാബു ചെന്ന് നിന്നു. എൻ്റെ ചേട്ടൻ്റെ മോളല്ലേ? വികാരാധീനനായി അയാൾ ചോദിച്ചു. അല്ലിമ തലയാട്ടി. വിശ്വസിക്കണ്ട, കള്ളനാ. എന്നാലും പറയുക, മോളുടെ കൊച്ചച്ഛനാ. അല്ലിമ വീണ്ടും തലയാട്ടി. ഇങ്ങനൊരു മോളുണ്ടെന്ന് വന്നിട്ട് പോയെന്നും അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല. ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നല്ലോ. അപ്പം തന്നെ എനിക്ക് കാണണം, അതാ ഞാൻ വന്നേ. കണ്ടപ്പോൾ വിശ്വാസമായോ? അല്ലിമ ചോദിച്ചു. ഇനിയൊരു സംശയമില്ല, എനിക്ക് ഇത്രയും മതി. അല്ലിമ അനൂബാബുവിനെ തന്നെ നോക്കി നിന്നു. എൻ്റെ ചന്ദ്രേട്ടെന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു. ചേട്ടനും ചേച്ചിക്കും വേണ്ടിയാണ് ഞാൻ ഈ കോലത്തിലായത്. ഒരു വിഷമമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൈവിട്ടു പോയല്ലോ എന്ന്. ഇപ്പോൾ എനിക്ക് സമാധാനമായി. പറഞ്ഞു വരുന്നതിനിടയിൽ അയാളുടെ തൊണ്ടയിടറി. ഇനി ഞാനങ്ങ് പൊയ്ക്കോട്ടെ? എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. രാവിലെ ഒന്നും കഴിച്ചു കാണില്ലല്ലോ, അല്ലിമ പറഞ്ഞു. വേണ്ട മോളെ, ഞാനങ്ങ് പൊക്കോളാം. ഒരു ചായയെങ്കിലും കുടിച്ചിട്ട്. ഞങ്ങളിവിടെ വന്നപ്പോൾ മുത്തശ്ശി കട്ടൻ കാപ്പി ഇട്ട് തന്നിരുന്നു, അത് പറഞ്ഞു അമ്മ. ചന്ദ്രേട്ടൻ്റെയും ചേച്ചിയുടെയും ഫോട്ടോ ചോദിച്ചതും പെട്ടി തന്നു വിട്ടതും എല്ലാം പറഞ്ഞു. അമ്മയ്ക്കും അച്ഛനും കണ്ട് കൊതി തീർന്നില്ല എന്ന്. ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് കഴിയുമ്പോൾ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് പോയതല്ലേ. പറയുമ്പോഴെല്ലാം അമ്മയിരുന്ന് കരയുക. ഇങ്ങോട്ട് കയറിയിരിക്കി, ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം, അല്ലിമ പറഞ്ഞു. ഇരിക്കണ്ട മോളെ, ചായ തന്നാൽ കുടിച്ചോളാം. അല്ലിമ 2 നിമിഷം അയാളെ നോക്കി നിന്നിട്ട് അകത്തേക്ക് പോയി. അനീബാബുവിൻ്റെ മുഖത്തെ വികാരവൈവശ്യം രാജഗോപാൽ കാണുന്നുണ്ടായിരുന്നു. സിറ്റൗട്ടിലേക്കെങ്കിലും കയറിയിരിക്കൂ, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല, രാജഗോപാൽ പറഞ്ഞു. ഇരിക്കാൻ പറ്റത്തില്ല സാറേ, അത്രയ്ക്കും സന്തോഷമായി. ചന്ദ്രോട്ടം പോയിട്ട് 22 കൊല്ലം കഴിഞ്ഞു. ജീവിച്ചിരിപ്പില്ലാന്ന് ഞങ്ങൾക്കറിയാം. ചന്ദ്രേട്ടൻ്റേതായിട്ടൊന്നുമില്ലല്ലോ എന്ന് ഓർത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഞാനൊരു 10-16 കൊല്ലം മുമ്പ് ആരും അറിയേണ്ട ഒരു അന്വേഷണം നടത്തിയായിരുന്നു. ഒരു സന്ധ്യ കഴിഞ്ഞ നേരത്ത് അവർ വന്ന് ചേച്ചീനെയും വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് 15 വയസ്സാണ്. അന്ന് ചേച്ചിക്ക് പ്രസവിക്കാൻ 1 മാസം തികച്ചില്ല. ചേച്ചി ജീവനോടെ ഉണ്ടോ, പ്രസവിച്ചോ, കുഞ്ഞുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് എന്തെങ്കിലും അടയാളം കിട്ടിയോ? ഇല്ല സാറേ, ചേച്ചി പ്രസവിക്കേണ്ട കുഞ്ഞില്ല, ഒന്നുമില്ല. എവിടെയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. നമുക്ക് അവകാശമൊന്നും വേണ്ടപ്പാ.
എന്നാലും ചന്ദ്രേട്ടൻ്റെ ഒരു കുഞ്ഞ് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയണത് വലിയൊരു സമാധാനമാണല്ലോ. പക്ഷെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒരറിവോ അടയാളമോ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചത് ചേച്ചീനെയും കുഞ്ഞിനെയും കൊന്നുകളഞ്ഞെന്നാണ്. അച്ഛനോടോ അമ്മയോടോ ഞാനൊന്നും പറഞ്ഞില്ല. വെറുതെ എന്തിനാ അവരെയും കൂടി. ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല മാളവിക ജീവനോടെ ഉണ്ടോ ഇല്ലെന്ന് രാജഗോപാൽ പറഞ്ഞു. എന്നാലും നിങ്ങൾക്ക് ചന്ദ്രേട്ടനെ അന്വേഷിക്കാൻ തോന്നിയില്ലേ? മണിമലയിലെ ഞങ്ങളുടെ വീട്ടിലും പെരുവന്താനത്തും മുറിഞ്ഞപുഴയിലും ഒക്കെ തെരഞ്ഞു പോയില്ലേ? ചന്ദ്രേട്ടൻ്റെ മോള് അച്ഛനെ അമ്മയും തിരിഞ്ഞ് പെരിയാർ വാലിയിൽ ഞങ്ങളുടെ വീട്ടിൽ വരെ വന്നു എന്നറിഞ്ഞപ്പോൾ സന്തോഷമുണ്ടല്ലോ സാറേ. അതൊന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ഒരിക്കലും ആരും അറിയാണ്ട് എല്ലാവരും കുഴിച്ചു മൂടാനൊന്നും പറ്റത്തില്ല സാറേ. അല്ലേ സാറേ? പറയുന്നതിനിടയിൽ അയാളുടെ തൊണ്ട ഇടറുകയും കണ്ണ് നിറയുകയും ചെയ്യുന്നുണ്ട്. എന്നാലും അതൊന്നും ഭാവിക്കാതെ നിൽപ്പും നോട്ടവും ചലനങ്ങളും. അയാളോട് സിറ്റൗട്ടിൽ കയറിയിരിക്കാൻ രാജഗോപാൽ ഒരിക്കൽ കൂടി പറഞ്ഞുവെങ്കിലും അയാൾ കൂട്ടാക്കിയില്ല. അല്ലിയമ്മ ചായ കൊണ്ടുവന്നു. അകത്തോട്ട് കയറിയിരിക്കായിരുന്നു. അവൾ അലിവോടെ പറഞ്ഞു. വേണ്ടെന്നേ. ചായ വാങ്ങാൻ അയാൾ കൈനീട്ടി. തീർത്ഥം വാങ്ങുന്ന പോലെ വാങ്ങിയിട്ട് അയാൾ ചിരിച്ചു. എന്തൊരു അതിശയല്ലേ, ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ. അനീബാബു ചായ ഒരിറക്ക് കഴിച്ചു. അല്ലിയമ്മ തിരികെ പോയി. ഒരു പ്ലേറ്റിൽ ആവി പറക്കുന്ന ഇഡ്ഡലിയും ചട്നിയും ഒരു ബൗളിൽ കടല കറി വെച്ചതും കൊണ്ടുവന്നു. ഇതുകൂടെ കഴിക്കണം, കഴിച്ചിട്ട് പോയാൽ മതി. അല്ലിയമ്മ പറഞ്ഞപ്പോൾ അയാൾ ചായക്കപ്പ് സിറ്റൗട്ടിൽ വെച്ചിട്ട് ഇഡ്ഡലി പ്ലേറ്റ് വാങ്ങി. അയാളത് വാങ്ങി സിറ്റൗട്ടിൽ വെച്ചു. എന്നിട്ട് ചുറ്റുപാടും നോക്കി. വെള്ളം എടുത്തുകൊണ്ട് വരാം അല്ലിയമ്മ പറഞ്ഞു. വേണ്ട, ഇവിടെ ഒരു പൈപ്പ് കാണുമല്ലോ. കാർ പോർച്ചിന് വെളിയിലെ ടാപ്പ് അയാൾ കണ്ടു. അവിടെ പോയി കൈ കഴുകി. എന്നിട്ട് വന്നിട്ട് സിറ്റൗട്ടിലിരുന്നു. അല്ലിയമ്മ പ്ലേറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു. അയാൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മടിയിലേക്ക് വെച്ചു കൊടുത്തു. ഞാനിന്നലെ രാത്രി വന്നതാ. എറണാകുളത്ത് വന്നിട്ട് എനിക്കൊരു വിത്തും പിടിയും കിട്ടില്ല. എവിടെയാ എന്താ എന്നൊന്നും. അഡ്രസ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ രാത്രിയിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി. രാവിലെ എണീച്ചിങ്ങ് പോന്നു. ചമ്മന്തിയും കടലക്കറിയും എല്ലാം അയാൾ ഇഡ്ഡലി പ്ലേറ്റിലേക്ക് കമത്തി. ഇഡ്ഡലി അതുമായി ഉടച്ചു ചേർത്ത് കഴിക്കാൻ തുടങ്ങി. അയാൾ അതീവ സന്തുഷ്ടനായിരുന്നു. ഞാനിങ്ങനെ വല്ലതും വിചാരിച്ചുകൊണ്ട് വന്നതാണോ എന്താ അല്ലേ? അനീബാബു അല്ലിമയെ നോക്കി. അല്ലിമ അയാൾ കഴിക്കുന്നത് നോക്കി സിറ്റൗട്ടിൻ്റെ ഭിത്തിയിൽ ചാരി. അയാൾ കഴിക്കുന്നതിനിടയിൽ തോളത്ത് കിടന്ന തോർത്തിൻ്റെ ഒരറ്റം പിടിച്ച് കണ്ണ് തുടയ്ക്കുന്നത് കണ്ടപ്പോൾ അല്ലിമയ്ക്ക് സങ്കടമായി. തൻ്റെ അച്ഛൻ്റെ അനുജനാണ്. ആരുമില്ലാത്തവളായിരുന്നിട്ടും എവിടെയോ ഉള്ളവളെപ്പോലെ വളർന്നതുകൊണ്ട് പല ഇല്ലായ്മകളുടെയും മൂല്യം താൻ അറിഞ്ഞിട്ടില്ല. ഒന്നുകൂടി കണ്ണു തുടച്ചിട്ട് അയാൾ അവളെ നോക്കി ചിരിച്ചു. അല്ലിമയും അലിവോടെ പുഞ്ചിരി തൂക്കി. രാജഗോപാൽ ഇതിനിടയിൽ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഫോണെടുത്ത് സന്ദീപിനെ വിളിച്ചു. മറുവശത്തു നിന്നും ഉറക്കച്ചടവുള്ള ഹലോ കേട്ട് രാജഗോപാൽ പറഞ്ഞു. സന്ദീപ് എവിടെയാ? ഞാൻ ഹരിപ്പാട്. ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്, അത് പറയാൻ വിളിച്ചതാ. പറഞ്ഞോ നിങ്ങളെ. എണീക്കുന്നതേ ഉള്ളോ? ലേറ്റായിട്ടാണ് കിടന്നത്. ശേഖരൻകുട്ടിയുടെ മകൻ വന്നിട്ടുണ്ട്. നീ ആര്? ഒരാൾ ജയിലിലുണ്ടെന്ന് പറഞ്ഞില്ലേ, കഞ്ചാവ് കേസിൽ. ചന്ദ്രബാബുവിൻ്റെ അനുജൻ. ഓ മൈ ഗോഡ്, എങ്ങനെത്തി? എന്തിനു വന്നു? അങ്കിള് സംസാരിച്ചോ? എന്താ പറയുന്നത്? അല്ലിമോളെ കാണാൻ വേണ്ടി വന്നതാ. കയറിയിരിക്കാനൊന്നും തയ്യാറില്ല. ജയിൽ പുള്ളി ആയതിൻ്റെ കുറച്ച് കോംപ്ലക്സ് ഉണ്ടെന്ന് തോന്നുന്നു. സംസാരിച്ചിട്ട് ആളെങ്ങനെ? അല്ലിമോളെ കണ്ടതോടെ എക്സൈറ്റഡായി. ഒരു നിധി കണ്ടുപിടിച്ച മാതിരി. ആളെ എനിക്കൊന്ന് കാണണമല്ലോ അങ്കിളെ. നിൽക്കുമെന്ന് തോന്നില്ല. സിറ്റൗട്ടിൽ പോലും കയറിയിരിക്കാതെ പോകാൻ തിരക്കിട്ട് നിൽക്കുന്ന പോലെയാണ്. അങ്കിള് നിർബന്ധിച്ച് നിർത്താമോ? വീട്ടിൽ കയറാൻ മടിയാണെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലോ ലോഡ്ജിലോ അങ്കിൾ റൂം എടുത്ത് കൊടുക്കുമോ? എനിക്ക് ആ മനുഷ്യനെ ഒന്ന് കാണണം. സന്ദീപ് ഇങ്ങോട്ട് വരുമോ? തീർച്ചയായിട്ടും അങ്കിളെ, നമുക്ക് അയാളെ വിട്ടുകളയരുത്. അതൊരു പിടിവള്ളിയാണ്. ശരി, ഞാൻ പറഞ്ഞു നോക്കാം. ഞാൻ ഉടൻ തന്നെ ഇവിടുന്ന് തിരിക്കാം. അങ്കിൾ അയാളുടെ ഹിസ്റ്ററിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കണേ. ശരി. സിറ്റൗട്ടിൽ അനീബാബു ഭക്ഷണം കഴിച്ച് കൈയഴുകി വന്നു. പാത്രങ്ങളും അയാളെ പൈപ്പിൻ്റെ ചുവട്ടിൽ കഴുകിക്കൊണ്ടുവന്ന് വെച്ചു. അല്ലിമ്മ വേണ്ടെന്ന് പറഞ്ഞിട്ടും അയാൾ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. ജയിലിൽ നിന്ന് പഠിച്ച ശീലമാണ്, നല്ലതാ. പാത്രങ്ങൾ സിറ്റൗട്ടിൽ വെച്ചിട്ട് അയാൾ പറഞ്ഞു. ആ കൈയൊന്ന് കാണിക്കാമോ? എന്തിനാ? അല്ലിക്ക് ആകാംക്ഷയെ. എനിക്ക് വിശന്നിരുന്നപ്പോൾ ആഹാരം തന്നതല്ലേ? അല്ലിമ്മ മടിച്ച് കൈനീട്ടി. അനീബാബു ആ കൈത്തലം പിടിച്ച് തൻ്റെ നെറ്റിയിലും കണ്ണിലും ചേർത്തു. മാളിച്ചേച്ചിയുടെ വയറിങ്ങനെ ബലൂൺ കണക്ക് വീർത്തിരുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഞങ്ങളുടെ ചെറിയ വീടിനകത്ത് അതിൽ തട്ടാതെയും മുട്ടാതെയും നടക്കാൻ ഞാൻ കുറേ പാടുപെട്ടിട്ടുണ്ട്. അകനത്ത് അകത്തുണ്ടായിരുന്ന കുഞ്ഞാണല്ലോ ഇത്.
അയാൾക്ക് അതിശയം തീരുന്നില്ല. അല്ലിമ വല്ലായ്മയോടെ പുഞ്ചിരിച്ചു. രാജഗോപാൽ സിറ്റൗട്ടിലേക്ക് വന്നു. ഇന്ന് തിരിച്ചു പോകണോ? അയാൾ ചോദിച്ചു. പോണം സാറേ. ഒരാൾ കാണാൻ വരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ആരാ? അല്ലിമോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ, രാജഗോപാൽ പറഞ്ഞു. അധ്യായം 5. ഉച്ചനേരത്താണ് സന്ദീപ് എത്തിയത്. സുധാകരൻ നായരുടെ വീട്ടുമുറ്റത്ത് കാർ നിർത്തിയിറങ്ങി. സുധാകരൻ നായരും കിഷോറും ഓഫീസിലേക്ക് പോയിരുന്നു, ഗോപിയെ പഠിക്കാനും. വൈഷ്ണവി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഊണ് കഴിക്കാൻ വൈഷ്ണവി സന്ദീപിനെ നിർബന്ധിച്ചെങ്കിലും അവൻ പറഞ്ഞു, ആൻറ്റി ഞാൻ അല്ലിയുടെ വീട്ടിലോട്ട് പോയിക്കോട്ടെ, അവരവിടെ വെയിറ്റ് ചെയ്യാം. അവിടെ പോയിരുന്ന് ഊണ് കഴിക്കുന്നതല്ലേ ഒരു ത്രില്ല്. അവിടെ പോയിരുന്ന് ഊണ് കഴിക്കുന്നതിൽ വലിയ ത്രില്ലൊന്നുമില്ല, അല്ലിയുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ത്രില്ല്. വൈഷ്ണവി തുറന്നങ്ങ് പറഞ്ഞു. ഈ ആൻറ്റിയെ കൊണ്ട് തോറ്റു. സന്ദീപ് ചെറിയൊരു ചമ്മലോടെ പറഞ്ഞു. ചെല്ല്, ഇതൊക്കെ ഇപ്പോഴല്ലേ ഉള്ളൂ. താങ്ക് യു ആൻറ്റി. സന്ദീപ് ഗേറ്റ് കടന്ന് 5-ാം നമ്പർ റോഡിലേക്ക് ഇറങ്ങി. അല്ലിമയുടെ വീടിന് നേർക്ക് നോക്കി. അല്ലിമ സിറ്റൗട്ടിൽ കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ നടന്നാൽ പോരെ കുതിച്ച് ചെല്ലാനൊരു വെമ്പൽ. ഗേറ്റ് തുറന്ന് കിടക്കായിരുന്നു. സന്ദീപ് സിറ്റൗട്ടിന് നേർക്ക് ചെന്നപ്പോൾ അല്ലിമ പറഞ്ഞു, കാർ ഇങ്ങോട്ട് കയറ്റിയിടുന്നു വിചാരിച്ചാൽ ഗേറ്റ് തുറന്നിട്ടത്. സോറി, ചിരിച്ചുകൊണ്ട് സന്ദീപ് പറഞ്ഞു. കാറല്ലേ അവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ, ഞാനിങ്ങ് പോകുന്നില്ലേ? അവിടെയുള്ളവരെ പരിഗണിക്കാതെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നാൽ അവർക്കൊരു പരിഭവം തോന്നും. അല്ലിമ അവനെ അടിമുടിയൊന്ന് നോക്കി. എന്താ? സന്ദീപ് ചോദിച്ചു. ക്ഷീണമുണ്ട്, അതിപ്പോൾ തന്നെ മാറിക്കോളും, എനർജി ബാങ്കിലെ മുന്നിലെ. സന്ദീപ് ആഹ്ലാദത്തുടിപ്പോടെ പറഞ്ഞു. ആരുമില്ലായിരുന്നെങ്കിൽ അവൻ അരികെ വന്ന് മൃദുവായൊരു ആലിംഗനം കൊണ്ട് തന്നെ വലയം ചെയ്യുമായിരുന്നെന്ന് അവൾക്ക് തോന്നി. അതിനുവേണ്ടിയുള്ള വെമ്പൽ കണ്ണിൽ കാണാനുണ്ട്. തമ്മിൽ കാണുമ്പോഴേക്കും സന്ദീപിൻ്റെ ഹൃദയത്തിൽ ആനന്തരം അലതല്ലുന്നത് അല്ലിമയ്ക്ക് അവൻ്റെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഫോണിൽ വീഡിയോ കോളിൽ സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. എത്ര ടെൻഷനിലിരിക്കുകയാണെങ്കിലും ഫോണിൻ്റെ സ്ക്രീനിൽ തമ്മിൽ കണ്ടു കഴിയുമ്പോൾ മൂടിക്കെട്ടി നിന്ന ആകാശത്തു നിന്നും പെട്ടെന്ന് സൂര്യവെളിച്ചം വ്യാപിച്ച പോലെയാണ്. എന്തൊരു സന്തോഷം! എല്ലാ വേവലാതികളും ശങ്കകളും ആരോ തുടച്ചു നീക്കിയ പോലെ. കാണെ മുഖം പൂ പോലെ വിടരുന്നു. കണ്ണിലും കവിളിലും ചുണ്ടിലും പ്രേമപ്പൂമ്പൊടി കലരുന്നു. അല്ലിമ അതിനെ മാജിക് എന്നാണ് വിശേഷിപ്പിക്കാറ്. പ്രേമത്തിന് മാത്രം കഴിയുന്ന അത്യത്ഭുതകരമായ മാജിക്. അല്ലിമ സന്ദീപിനെ നേരെ ഊണുമുറിയിലേക്കാണ് കൊണ്ടുപോയത്. അമ്മ ഓഫീസിൽ പോയി, അച്ഛനെന്ന് ലീവ് എടുത്തു. അല്ലിമ പറഞ്ഞു. അപ്പോൾ ഊണ് ആരുണ്ടാക്കി? ഞാനും അച്ഛനെയും കൂടെ. അങ്കിള് കുക്ക് ചെയ്യോ? എൻ്റെ കൂടെ. കുക്കിംഗ് ഇഷ്ടമായിട്ടല്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാ. വാത്സല്യം കൊണ്ടാ. എനിക്ക് അസൂയ തോന്നുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പോൾ ഞാനോ? സന്തോഷനൊക്കെ എന്നാ വന്നേ? അല്ലിമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രാജഗോപാൽ ഊണുമുറിയിലേക്ക് വന്നു. ഗുഡ് നൂൺ അങ്കിൾ. വെരി ഗുഡ്. സന്ദീപ് വരുന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ ഓഫീസിൽ പോകാതിരുന്നത്. രാജഗോപാൽ കസേര നീക്കിയിട്ടിരുന്നു. അല്ലിമ വേഗം ഊണ് വിളമ്പി. അവളും കഴിക്കാനിരുന്നു. ഊണിനിടയിൽ വീട്ടിലെ വിശേഷങ്ങൾ ഭാസ്കർ മേനോനും കുടുംബവും വന്നുപോയതും മറ്റും സന്ദീപ് വിവരിച്ചു. രാജഗോപാൽ ആദ്യം എഴുന്നേറ്റ് കൈയഴുകി. എന്തെങ്കിലും കൂടി കഴിക്കി. അല്ലിമ വിളമ്പാനൊരുങ്ങി. മതി, കോരിയിട്ട് തന്നല്ലോ കുറേ. എൻ്റെ ലിമിറ്റെല്ലാം പൊളിഞ്ഞു. ത്രില്ലടിച്ചിട്ടാണ് ഞാൻ സന്ദീപേട്ടനെ സെർവ് ചെയ്യുന്നത്. അതൊരു വല്ലാത്ത ഫീലിംഗാണ്. നല്ല സന്തോഷം തോന്നും. പോകണ്ടേ? മതിയാക്കാം. പോയിട്ട് തിരിച്ചു വന്ന് നമുക്ക് സന്തോഷിക്കാം. സന്ദീപ് സംതൃപ്തിയോടെ എഴുന്നേറ്റ് കൈയഴുകി. രാജഗോപാൽ അല്പസമയത്തിനുള്ളിൽ പോകാൻ തയ്യാറായി. ഒരു ഹാൻഡ് ബാഗുമായി അല്ലിമയും വന്നു. 3 പേരും ഇറങ്ങി വീട് പൂട്ടി. ഫോർച്യൂണർ കാറിൽ നേരെ കാക്കനാട്ടേക്ക് തിരിച്ചു. അങ്കിളിൻ്റെ നോട്ടത്തിൽ ആളെങ്ങനെയുണ്ട്? യാത്രക്കിടയിൽ സന്ദീപ് ചോദിച്ചു. കാഴ്ചക്കൊരു റഫീന, ഒരു ക്രിമിനൽ ലുക്കുണ്ട്, കണ്ണിലറിയാം. എന്നാലും ബന്ധുങ്ങളോട് വലിയ മതിപ്പാണ്. അച്ഛനെയും അമ്മയും വലിയ സ്നേഹ. രാജഗോപാൽ പറഞ്ഞു. അതൊരു നല്ല ലക്ഷണ, സന്ദീപ് പറഞ്ഞു. ബ്രദറിനോടും അയാളെ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയോട് സ്നേഹവും ബഹുമാനവും മതിപ്പും ഒക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, രാജഗോപാൽ കൂട്ടിച്ചേർത്തു. അച്ഛൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാ, അല്ലിമ പറഞ്ഞു. എന്നെ അത്ഭുത ജീവിയെ കാണുന്ന പോലെ ആയിരുന്നു. കണ്ടിട്ടും പോരാ, മതിയാവുന്നില്ല. അതെല്ലാം നല്ലതാ, പക്ഷെ നമുക്കതല്ല വേണ്ടത്, സന്ദീപ് പറഞ്ഞു. എന്താ സന്ദീപ് ഉദ്ദേശിക്കുന്നത്? ആളെ കാണട്ടെ, നമുക്ക് പറ്റുമെന്ന് നോക്കിയിട്ട് പറയാം. സീപോർട്ട് എയർപോർട്ട് ഹൈവേക്ക് സമീപമുള്ള ഹോട്ടൽ പാരഡൈസിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ രാജഗോപാൽ കാർ കൊണ്ടുവന്ന് നിർത്തി. കോടിപ്പടി കയറി 2ാം നിലയിലെത്തിയപ്പോൾ രാജഗോപാൽ ഒരു കോറിഡോറിലൂടെ വാതിലുകൾക്ക് നേരെ നോക്കി. റൂം നമ്പർ 115-ാമത്തെ വാതിലിൽ പതിയെ തട്ടി വിളിച്ചു. സന്ദീപും അല്ലിമയും രാജഗോപാലിൻ്റെ പിന്നിൽ നിന്നു. ഇടനാഴിയിൽ മങ്ങിയ വെളിച്ചം ഉണ്ടായിരുന്നുള്ളൂ. സന്ദീപ് അല്ലിമയുടെ വലതുകൈ പരതി പിടിച്ച്
അതിൽ തൻ്റെ വിരലുകൾ കോർത്ത് കൈപ്പെടാമർത്തി. അടുത്ത നിമിഷം കൈ വിടരുകയും ചെയ്തു. അല്ലിമ കൺകോണിലൂടെ അവനെ നോക്കി പുഞ്ചിരി തൂകി. വാതിൽ തുറക്കപ്പെട്ടു. ഉറക്കച്ചടവോടെ കണ്ണും തിരുമ്പി അനൂപ് ബാബു ആഗതരെ നോക്കി. അയാൾക്ക് ശരിക്കും സ്ഥലകാലബോധം വന്നിട്ടുണ്ടായില്ല. മനസ്സിലായില്ലേ? രാജഗോപാൽ ചോദിച്ചു. അനൂപ് ബാബു തലവൽക്കി. സ്വപ്നം കാണുമായിരുന്നു സാറേ. ഫോറസ്റ്റുകാരുമായിട്ട് അടി. വാതിലെ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാനോർത്ത് പോലീസാണ്. നല്ലപോലെ ഉറങ്ങിയോ? ആ, ഉറങ്ങി. അല്ലിമയെ കണ്ടപ്പോൾ അയാളുടെ മുഖത്ത് വാത്സല്യവും സ്നേഹവും മതിപ്പും. സന്ദീപിനെ കണ്ടപ്പോൾ എന്തോ ഓർത്തെടുക്കാനുള്ള ശ്രമം. എന്നെ മുൻപരിചയമുണ്ടോ? സന്ദീപ് ചോദിച്ചു. എങ്ങാണ്ട് കണ്ടിട്ടുള്ള പോലെ സാറേ. സാറ് പോലീസാണോ? അല്ല, എൻ്റെ മുത്തശ്ശിയുടെ അനുജത്തിയ മാളവികയുടെ അമ്മ മല്ലിക ചിറ്റ. മണിമല രക്തം ഒരൽപ്പം എൻ്റെ ഞരമ്പിലുമുണ്ട്. അതുകൊണ്ട് നേരിയ പരിചയമൊക്കെ തോന്നാം, സന്ദീപ് പറഞ്ഞു. സാറാണോ ഈ കുഞ്ഞിനെ കല്യാണം കഴിക്കാൻ പോണേ? അതെ. ഈ കുഞ്ഞ് ആരുടെ മകളാണെന്നുള്ള അന്വേഷണമാണ് എന്നെ പെരിയാർ വാലി വരെ എത്തിച്ചത്, സന്ദീപ് പറഞ്ഞു. 3 പേരും മുറിക്കുള്ളിലേക്ക് കയറി. ഊണ് കഴിച്ചായിരുന്നോ? അല്ലിമ തിരക്കി. ഇല്ല. സാറ് മുറിയെടുത്ത് തന്നിട്ട് പോയ ഉടനെ വാതിലടച്ച് ഒറ്റക്കിടപ്പ. ഇതുപോലൊരു ഉറക്കം അടുത്ത കാലത്തൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല. അല്ലിമ ഹാൻഡ് ബാഗിനുള്ളിൽ നിന്നും ചോറൂതി എടുത്തു നീട്ടി. ഊണ് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾക്കുള്ളിൽ വിളമ്പിക്കൊണ്ടുവന്ന കറികളും അവൾ മേശപ്പുറത്ത് വെച്ച് കൊടുത്തു. എൻ്റെ ഈശ്വരാ, എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതല്ലേ? സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അഭിമാനം അയാളുടെ മുഖത്ത് വിളങ്ങി. കഴിച്ചോ? കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം, സന്ദീപ് പറഞ്ഞു. അനുബാബ് കൈയഴുകി ചോറും പൊതി തുറന്നു വെച്ച് കഴിക്കാനായിരുന്നു. അയാളെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ കണ്ടു നിന്നവർക്ക് കൂടി എന്തെങ്കിലും കഴിക്കാൻ തോന്നുമായിരുന്നു. സാറെന്തിനാ സാറേ കാണണമെന്ന് പറഞ്ഞത്? അനുബാബു സന്ദീപിനോട് ചോദിച്ചു. തീപ്പൊരി വല്ലതും ഉള്ളിൽ കിടപ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാ. അനിബാബുവിൻ്റെ മുഖഭാവം മാറി. മുഖത്തെ പേശികൾക്കൊരു മുറുക്കം. പല്ല് കടിച്ചതുപോലെ ചെവിക്കരികിൽ താടിയെല്ലാം മുഴിച്ചു. തീപ്പൊരിയൊന്നുമല്ല സാറേ, തീയ, കാട്ടുതീ, അനിബാബു പറഞ്ഞു. നമുക്ക് 2 കാര്യങ്ങൾ അറിയണം. 1, ചന്ദ്രബാബുവിന് എന്താ സംഭവിച്ചത്. 2, മാളവിക ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല. അറിയാനാണെങ്കിൽ ഞാനില്ല സാറേ. ചന്ദ്രേട്ടനും ചേച്ചിയും ജീവിച്ചിരിപ്പില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെന്താ ഏട്ടാ വേണ്ടത്? ചോരയ്ക്ക് ചോരയല്ലേ സാറേ, അതിൻ്റെ ഒരു കണക്ക് ശരിയാവണമെങ്കിൽ. അങ്ങനെയല്ലേ വേണ്ടത്? സന്ദീപ് അനുബാബുവിൻ്റെ കണ്ണുകളിലേക്ക് ഇമ വെട്ടാതെ നോക്കി. അയാളുടെ കൺമുനകളിൽ പകയുടെ കനൽ തിളക്കം കാണാം. ആ കണക്ക് ശരിയാവത്തില്ല ഏട്ടാ. നമുക്ക് കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരണം. ക്രൂരത കാണിച്ച് ക്രിമിനൽസിനെ നിയമത്തിന് മുന്നിൽ കുരുക്കിലാക്കണം. അതല്ലേ ശരി? അനിബാബു നിഷേധാർത്ഥത്തിൽ തലയാട്ടി. സാറേ, നിയമത്തിൻ്റെ കുരുക്കൊക്കെ ഒറ്റക്കലിപ്പിന് കൊല ചെയ്യുന്നവരെ പിടിക്കാനുള്ള കൊള്ളത്തുള്ളു. കരുതിക്കുട്ടിക്കൊല്ലുന്നവർ നല്ലപോലെ ആലോചിച്ചുറപ്പിച്ചിട്ട് ചെയ്യും, തെളിവില്ലാണ്ട്. അവരൊക്കെ അങ്ങ് രക്ഷപ്പെടും സാറേ. ഞാനൊന്ന് ചോദിക്കട്ടെ, 22 കൊല്ലമായില്ലേ? ചേട്ടൻ എന്ത് ചെയ്തു? അതൊരു ചോദ്യമായിരുന്നു. അനിബാബു നിശബ്ദനായിരുന്നു. അറിയാഞ്ഞിട്ടല്ലല്ലോ ചെയ്യാത്തത്, ആണോ? ചെയ്യാൻ ഇറങ്ങി തിരിച്ച കല്ലാറ്റുപടിക്കലും മങ്ങാട്ടുശ്ശേരിയിലും ഒറ്റ എണ്ണത്തിനെ ബാക്കി വെക്കാതെ തീർത്ത് കളയണം. പക്ഷെങ്കിൽ അതിന് ഞാൻ പോരെ സാറേ. അയാളുടെ ഉള്ളിൽ അമർന്നു കിടന്ന പകയും നിസ്സഹായതയും ആ വാക്കുകളുടെ പ്രകടമായിരുന്നു. ചേട്ടനീ പറഞ്ഞ 2 വീട്ടിലും നിരപരാധികൾ കുറേ പേരുണ്ടാവും. അവരുടെ കാര്യമോ? സന്ദീപ് ചോദിച്ചു. അനിബാബുവിന് മറുപടിയില്ല. ഞാൻ കുറ്റപ്പെടുത്തിയല്ല. ചേട്ടൻ്റെ വികാരം എനിക്ക് മനസ്സിലാകും. സാറേ, അവരെൻ്റെ ചന്ദ്രേട്ടനെ കൊന്നു, മാളിച്ചേച്ചീനെ കൊന്നു, എന്നെ നശിപ്പിച്ചു. 15-ാം വയസ്സ് മുതൽ ജയിലും പോലീസും എനിക്ക്. എൻ്റെ കുടുംബവും കുളം തോണ്ടി. അതെല്ലാം ശരിയാ. പക്ഷെ നമുക്ക് പ്രതികാരം ചെയ്യാൻ അവകാശമില്ല. കൊലയാളികളെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കാം. ചേട്ടൻ ഇന്നേ വരെ ഒരു ചോദ്യം ചോദിക്കാൻ പോലും പറ്റിയിട്ടില്ലല്ലോ. എന്താ കാരണം? ഒറ്റയ്ക്കാ. ചേട്ടൻ ഞങ്ങളുടെ കൂടെ നിൽക്ക്. ഓരോരുത്തരെയായിട്ട് നമുക്ക് പൊക്കിയെടുക്കാം. ഐക്യമാണ് ഏറ്റവും വലിയ ബലം. ഇതിൻ്റെ രീതിയിൽ അനുബാബു ചോറുണ്ട് കഴിഞ്ഞു. കൈ കഴുകിയിട്ട് സംസാരിക്കാം, സന്ദീപ് നിർദ്ദേശിച്ചു. അനിബാബു അനുസരിച്ചു. അയാൾ കൈ കഴുകി തിരിച്ചു വന്നപ്പോൾ സന്ദീപ് പറഞ്ഞു, എനിക്ക് ഈ കേസിൽ മുന്നിൽ കയറി നിൽക്കാൻ പറ്റില്ല. കാരണം എതിർവശത്ത് എൻ്റെ അച്ഛൻ്റെ തറവാടാണ്. അല്ലിക്ക് നിൽക്കാൻ പറ്റില്ല. ഉള്ളൊരു പെൺകുട്ടിയാണ്. ഞങ്ങൾക്കൊരു മുന്നണി പോരാളി വേണം. ചാവേറാകാൻ ഒരുക്കാ സാറേ. അതൊന്നും വേണ്ട, മുന്നിൽ നിന്നാൽ മതി, സന്ദീപ് പറഞ്ഞു. സാറേ, ഞാനൊരു ജയിൽ പുള്ളിയാണ്. എന്നെ കാണുമ്പോഴേ പോലീസുകാർക്കറിയാം. അതൊന്നും സാരമില്ല. പിന്നെ സാറേ, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. തന്നാലേ ഇരിക്കില്ല. എങ്ങോട്ട് പോകണമെങ്കിലും ബസ്സിൽ കയറണ്ടേ?
എനിക്ക് ആൾക്കൂട്ടത്തിൽ കയറാൻ ഭയങ്കര മടിയാണ് സാറേ. അങ്ങനെ ജീവിച്ചതിൻ്റെ കുഴപ്പമാണ്. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. സാറ് തന്നെ പറഞ്ഞാൽ മതി. ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുത്ത് തരട്ടെ, ഒരു ഹെൽമറ്റും. അപ്പോൾ ആൾക്കൂട്ടത്തിൽ യാത്ര ചെയ്യാനുള്ള പേടി വേണ്ടല്ലോ. ബസ്സേ കയറിയ ആരെങ്കിലുമൊക്കെ തിരിച്ചറിയും സാറേ. അതാ പ്രശ്നം. പത്രത്തിൽ ഒരുപാട് തവണ പടം അച്ചടിച്ച് വന്നിട്ടുള്ളതുകൊണ്ടാണ്. എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ബൈക്ക് തരാമെന്ന് പറഞ്ഞത്. രാജഗോപാലും മല്ലിമയും സന്ദീപിനെ നോക്കി. സന്ദീപിൻ്റെ പദ്ധതി എന്താണെന്ന് അവർക്കറിയില്ല. പീരുമേട് സർക്കിളിനടുത്ത് ഒരു പരാതി എഴുതി കൊടുക്കണം. 22 വർഷം മുമ്പ് ഏലപ്പാറ ബസ് സ്റ്റാൻഡിൽ വെച്ച് ചന്ദ്രബാബു എന്നുപേരുള്ള സ്വന്തം ജ്യേഷ്ഠനെ കാണാതായി. അന്ന് പരാതി കൊടുത്തിരുന്നു. നിലവിലുള്ള അവസ്ഥയെ അറിയിക്കണം. അതേ പരാതി തന്നെ പെരുവന്താനം പോലീസിലും കൊടുക്കണം. അവരെന്നെ അപ്പം തന്നെ പിടിച്ച് അകത്തിടും സാറേ, അനീബാബു പറഞ്ഞു. സ്റ്റേഷനിൽ കയറുന്നതിന് മുന്നേ എന്നെ വിളിക്കണം. കയറിക്കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം വിളിക്കണം. വിളി വന്നില്ലെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം. സാറേറ്റല്ലോ. എന്താ സംശയം? കോട്ടയത്ത് ഇടുക്കിയിലും SP ഓഫീസിലും നമുക്ക് ആളുണ്ട്, സന്ദീപ് ധൈര്യപ്പെടുത്തി. ഇനിയിപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്? വീട്ടിലോട്ട് തിരിച്ചു പോട്ടെ? വേണ്ട, ഇന്നിവിടെ താമസിക്കുക. നാളെ പീരുമേട്ടിലും പെരുവന്താനത്തും പോകണം. സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഇന്ന് തന്നെ നോക്കാം. അനീബാബു അത് സമ്മതിച്ചു. കാറിൽ തിരികെ പോരുമ്പോൾ രാജഗോപാൽ സന്ദീപിനോട് ചോദിച്ചു, അയാളെ വിശ്വസിക്കാമോ? വിശ്വസിക്കണം. നമുക്ക് ഏതെങ്കിലും ഒരു യൂസ്ഡ് 2 വീലർ ഗ്യാരേജിലേക്ക് പോകണം. അങ്കിളിനെ അറിയാമോ എവിടെ കൊണ്ടെന്ന്? തപ്പിയെടുക്കാം, രാജഗോപാൽ പറഞ്ഞു. അയാൾ അബദ്ധം പലതും കാണിക്കൂ സന്ദീപ്. മെരുക്കേണ്ടി വരും. കുറച്ച് സ്റ്റഡി ക്ലാസ് കൊടുക്കാം. മൂപ്പരുടെ ബോഡി അങ്കിൾ ശ്രദ്ധിച്ചോ? കാര്യം പോലെ സൂക്ഷിക്കണം. അമിതമായിട്ട് വിശ്വസിക്കരുത്. രാജഗോപാൽ മുന്നറിയിപ്പ് നൽകി. അധ്യായം 6. അനീബാബു നൽകിയ പരാതി CI രാമനാഥൻ ഒന്നോടിച്ച് വായിച്ച ശേഷം അവനെ അടിമുടി ഒന്ന് നോക്കി. നോട്ടത്തിൽ പരിഹാസവും പുച്ഛയും അവഗണനയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. 22 വർഷം മുമ്പത്തെ മാൻ മിസ്സിങ്. അതെ സാർ. അനീബാബു ഭവ്യതയോടെ തലകുനിച്ചു. ഞാൻ അന്വേഷിക്കണം അല്ലേടോ? സാർ അതിനു വേണ്ടി മെനക്കണ്ട സാറേ. താഴെയുള്ള സാറന്മാരോട് പറഞ്ഞാൽ മതി, അവരന്വേഷിക്കട്ടെ. സാറിന് വേറെ ഒരുപാട് ജോലിയില്ലേ? ഞാൻ കുമളിയിലിരിക്കുമ്പോൾ നീ ആനക്കൊമ്പ് കേസിൽ എനിക്ക് പിടിച്ചു തന്നിട്ടുള്ളവനല്ലേ? ആ കേസിൻ്റെയൊക്കെ ശിക്ഷ കഴിഞ്ഞിട്ട് വർഷം എത്രയായി സാറേ? ഇപ്പോൾ നിൻ്റെ പേരിൽ കേസൊന്നുമില്ലേ? ഒരു കഞ്ചാവ് കേസുണ്ടായിരുന്നു, അതിൻ്റെ ശിക്ഷ കഴിഞ്ഞു. നീ മറയൂരിന്ന് ചന്ദനം കടത്തിയ കേസിലായിരുന്നു, അത് ഊരിപ്പോന്നു സാറേ. നിനക്കിപ്പോൾ 22 വർഷം മുമ്പത്തെ കേസ് കുത്തിപ്പൊക്കിയിട്ട് എന്താ കാര്യം? സാറേ, കാണാതെ പോയത് എൻ്റെ ചേട്ടനാ. ഇത്രയും കാലം നീ അതൊന്നും ഓർത്തില്ലേ? CI നെറ്റി ഒളിഞ്ഞു. ഓർക്കാഞ്ഞിട്ടല്ല സാറേ, സഹായത്തിന് ആരുമില്ലായിരുന്നു. ഇപ്പോൾ നിൻ്റെ സഹായത്തിന് ഏത് കള്ളനാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്? അവൻ്റെ പേരും പറ, ലിസ്റ്റിൽപ്പെടുത്തി വെക്കാമല്ലോ. അതൊരു പത്രപ്രവർത്തന സാറേ. പിന്നെ എൻ്റെ ചേട്ടൻ്റെ മോളും, അവളെ എടുത്ത് വളർത്തിയ വീട്ടുകാരുണ്ട്. നിൻ്റെ ഈ പരാതി ഇങ്ങനെ വലിച്ചു കീറി ചുരുട്ടിക്കുട്ടി വേസ്റ്റ് ബിന്നിലോട്ടിട്ട് തീരുന്ന കേസേ ഉള്ളടായത്. CI രാമനാഥൻ അങ്ങനെ പറയുന്നതിനിടയിൽ ആ കടലാസ് കീറി ചുരുട്ടി വേസ്റ്റ് ബിന്നിലിടുകയും ചെയ്തു. അങ്ങനെ തീരത്തില്ല സാറേ ഈ കേസ്. ഇതിൻ്റെ പുറകിൽ ഞാൻ മാത്രമല്ല, വേറെ നല്ല ആമ്പിള്ളേരുണ്ട്. സാറ് കീറിക്കളഞ്ഞ നാളെ മോളിൽ നിന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ സാറിനൊരു ഉത്തരം പറയാൻ കാണത്തില്ല. ഡോഷ് മോനെ. CI രാമനാഥൻ ഷൂസിട്ട കാല് നിലത്താഞ്ഞ് ചവിട്ടി എഴുന്നേറ്റു. നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നോടാ റാസ്കൽ. കൈയെത്തിച്ച് രാമനാഥൻ അനൂബാബുവിൻ്റെ ഷർട്ടിൽ കഴുത്തിന് താഴെ കുത്തിപ്പിടിച്ച് അടിക്കാൻ കയ്യോങ്ങി. എന്നെപ്പോലൊരു ലോക്കൽ ക്രിമിനലിനെ തല്ലുന്നത് സാറിന് തന്നെ നാണക്കേടാ. വല്ല പോലീസുകാരെയും കണ്ട് തലിക്ക് സാറേ. സാറിനൊരു അന്തസ്സില്ലേ? വായടക്കടാ നായെ. അനൂബാബു വായടച്ച് മിണ്ടാതെ നിന്നു. CI രാമനാഥൻ ഫോണെടുത്ത് SIയോട് വരാൻ പറഞ്ഞു. അല്പസമയത്തിനകം SI ജയാനന്ദൻ അവിടേക്ക് വന്ന് സെല്യൂട്ടടിച്ചു. ഇവനെ പിടിച്ച് ലോക്കപ്പ് ചെയ്തേക്ക്. ഇവനെന്തോ കഥ പറയാനുണ്ട്, അതുകൂടി കേട്ടോ. സർ. ജയാനന്ദൻ അനൂബാബുവിന് നേർക്കു തിരിഞ്ഞു. വാടാ എൻ്റെ കൂടെ. അനീബാബു ആട്ടിൻകുട്ടിയുടെ ശാന്തതയോടെ ജയാനന്ദൻ്റെ പുറകെ ചെന്നു. എന്തുവാടാ കഥ? തൻ്റെ ഓഫീസ് റൂമിലേക്ക് കടന്നിട്ട് ജയാനന്ദൻ തിരക്കി. അനൂബാബു 4 മടക്കി കവറിനുള്ളിലാക്കി വെച്ചിരുന്ന പരാതി SIക്ക് നൽകി. പരാതി വായിച്ചു നോക്കിയിട്ട് ജയാനന്ദൻ ചോദിച്ചു, നിനക്കെന്താ വട്ടാണോ? 22 വർഷം മുമ്പ് കാണാതായ ആളെ കണ്ടുപിടിക്കണമെന്ന് പോലീസിന് പരാതി. ഇത് എവിടെ നടക്കൂടാ? സാറേ, പോലീസുകാർ വിചാരിച്ചാൽ നടക്കും. നല്ല മിടുക്കന്മാർ പോലീസുകാരുണ്ട്, അവരെ ഏൽപ്പിച്ചാൽ മതി. നീ ആ CIക്ക് കൊടുത്തില്ലേ പരാതി? കൊടുത്തു സാറേ, പക്ഷെ കീറിക്കളഞ്ഞു. ഭയങ്കര മണ്ടത്തര കാണിച്ചു. ഞാനും ഇതങ്ങ് കീറിക്കളഞ്ഞാലോ? സാറും കളഞ്ഞോ? പരാതി തരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജോലി. നിന്നെ ലോക്കപ്പ് ചെയ്യാനാണ് സാറ് പറഞ്ഞത്. സാർ 1/2 മണിക്കൂർ.
അത്രയേ ഉള്ളൂ എനിക്ക് ലോക്കപ്പിനകത്ത്. അതിനകം നിന്നെ ഇറക്കിക്കൊണ്ടു പോകാൻ ആരെങ്കിലും വരുമോ? വരും സാറേ. ആര് വരും? ഒരു ടീമുണ്ട് സാറേ എൻ്റെ പുറകിൽ. ഞാനത് CIA അദ്ദേഹത്തോട് പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ല. ശരി, എന്തായാലും നിന്നെ ഇറക്കാൻ ആൾ വരുമല്ലോ. അതുവരെ നീ ആ കഥ പറ, കേൾക്കട്ടെ. അനീബാബു തൻ്റെ ജ്യേഷ്ഠനും മാളവികയും തമ്മിലുണ്ടായിരുന്ന പ്രണയകഥ മുതൽ അല്ലിമയും സന്ദീപും സംഘവും കൂടി പെരിയാർ വാലിയിൽ എത്തിയതുവരെയുള്ള കാര്യങ്ങൾ തനിക്കറിയാവുന്നതുപോലെ വിസ്തരിച്ചു പറഞ്ഞു. ജയാനന്ദൻ അനീബാബുവിനെ തന്നെ നോക്കി തലകുലുക്കിക്കൊണ്ട് താടി ഒഴിഞ്ഞു. ഒടുക്കം ചോദിച്ചു, ഇതുവെല്ലാം നടക്കുന്ന കാര്യമാണോടെ? സംഭവം കൊള്ളാം, ത്രില്ലിംഗ് ആണ്. 22 വർഷം മുമ്പ് കാണാതായവനെ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഒരു ലോജിക്ക് വേണ്ടേ? സാറേ, കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞാൽ മതി. ഇതിൻ്റെ പുറകിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് കൂടി അറിഞ്ഞാൽ തൃപ്തിയായി. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നീ എങ്ങോട്ടാണ് പോന്നേ? പെരുവന്താനം പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊടുക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞല്ലോടാ. നിന്നെ ഇറക്കാൻ ആരും വന്നില്ലല്ലോ. വരും സാറേ. 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ CI രാമനാഥൻ്റെ കോൾ വന്നു. ജയാനന്ദൻ അറ്റൻഡ് ചെയ്തു. സാർ, അവനെ വിട്ടേക്ക്. ശരി സാർ. അവൻ തന്ന പരാതി കയ്യിലുണ്ടോ? ഉണ്ട് സാർ. കീറിക്കളയരുത്. അവനെ പരാതി കൈപ്പറ്റി റിസീപ്റ്റ് കൊടുക്കണം. സാർ, ഇന്ന് തന്നെ അന്വേഷണം തുടങ്ങിക്കോ. 22 വർഷം മുമ്പത്തെ കേസാണ്. കാണാതായവൻ്റെ പേര് ചന്ദ്രബാബു. ഏലപ്പാറ ബസ് സ്റ്റാൻഡിൽ നിന്നും ആളെ പിന്നീട് ആരും കണ്ടിട്ടില്ല. സംഭവമല്ല അയാൾ പറഞ്ഞു സാറേ. കിട്ടാവുന്നിടത്തോളം ഡീറ്റെയിൽസ് കളക്ട് ചെയ്തോ? സാർ, കോൾ കട്ടായി. ശരി, നീ പൊയ്ക്കോ. SI പറഞ്ഞപ്പോൾ അനീബാബു ശബ്ദമില്ലാതെ ചിരിച്ചു. എന്താണ് വിളിക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ, ഇത് പൊളിക്കും. 22 കൊല്ലം മാന്തി പൊളിക്കും. അടിവേര് വരെ മാന്തി എടുക്കും. സാറിനല്ലേ അന്വേഷണം? ഓ, നീ ചെല്ല്. എന്നാ പോട്ടെ സാറേ. അനീബാബു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ബാലകൃഷ്ണ മേനോൻ ഊണും കഴിഞ്ഞ് കൈ കഴുകുമ്പോഴാണ് ഹേമേന്ദ്രൻ്റെ കോൾ വന്നത്. അയാൾ കോൾ എടുത്തപ്പോൾ ഹേമേന്ദ്രൻ പറഞ്ഞു, പുതിയൊരു ശത്രു രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ചന്ദ്രബാബുവിൻ്റെ അനുജൻ അനീബാബു. അവനൊരു ചൊക്ലിയല്ലായിരുന്നു. അത് പണ്ട്. അവൻ ജയിലിലായിരുന്നു. ഇപ്പോൾ ഇറങ്ങി. എറണാകുളം ബെൽറ്റുമായിട്ട് അവനെന്തോ ഒത്തുകൂടിയെന്നാണ് അറിവ്. അവനെക്കൊണ്ടെന്താ നമുക്ക് ശല്യം? പീരുമേട് പോലീസ് സ്റ്റേഷനിലും പെരുവന്താനം പോലീസ് സ്റ്റേഷനിലും അവൻ പരാതി കൊടുത്തിട്ടുണ്ട്. 22 കൊല്ലം മുമ്പ് കാണാതായ ചന്ദ്രബാബുവിൻ്റെ കേസ് അന്വേഷിക്കണമെന്ന്. അതൊക്കെ നീ അന്വേഷിച്ചാലും തെളിയിക്കാനോ ആർക്കെങ്കിലും പറ്റുമോ? അത് കേരള പോലീസിന് സാധിക്കുമോ? അതല്ല അച്ഛാ പ്രശ്നം. തെളിയിക്കാൻ പറ്റില്ലെന്ന് അവനും അറിയാം. അവൻ കഴിഞ്ഞ 22 കൊല്ലം ഒരു പരാതി പോലും കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് ഒന്ന് കുത്തി ഇളക്കാൻ വേണ്ടിയാണ്. ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതേ പിടിച്ച് അടുത്ത പ്രശ്നത്തിലേക്ക് കയറാൻ. ചന്ദ്രബാബുവിൻ്റെ അനുജൻ്റെ തലയല്ല ഇതിന് പിന്നിൽ. അവനാണോ ജഡ്ജിയുടെ മകൻ? പിന്നില്ലാതെ. കാലാളിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുക അവൻ. എങ്ങനെയാ ഹേമേന്ദ്ര നിനക്ക് ഈ വിവരം കിട്ടിയത്? ബാലകൃഷ്ണൻ തിരക്കി. പീരുമേട്ടിയിൽ നിന്ന് രാമനാഥൻ വിളിച്ചു. അയാൾ പണ്ട് മണിമല ഇരുന്നിട്ടുള്ളവനാ. നമ്മുടെ കേസ് നടക്കുന്ന കാലത്ത്. പിന്നെ പെരുവന്താനം SI എൻ്റെ ആളല്ലേ. അവരെന്താ അവനെ പിടിച്ച് അടി കൊടുത്ത് ലോക്കപ്പിലടയ്ക്കാത്തത്? അവൻ്റെ പിറകിൽ ആളുണ്ടെന്ന് മനസ്സിലായി. ഇതിനെന്താ ഒരു മറുമരുന്ന്? ഒരു ഭീഷണിപ്പെടുത്തി നോക്കാം. പിന്നെ വേറൊന്നുകൂടി ചെയ്യണം. അവനെതിരെയും അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കുമെതിരെയും നമ്മളൊരു പരാതി കൊടുക്കണം. മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ. മാള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, മാളുവിന് എന്ത് സംഭവിച്ചു, 22 വർഷം മുമ്പ് അവരുടെ മൂത്ത മകൻ കൂട്ടിക്കൊണ്ടുപോയതാണ്, പിന്നീട് ഇതേവരെ നമ്മളാരും കണ്ടിട്ടില്ലെന്ന്. അപ്പം മറുപ ചോദ്യം വരില്ലേ ചന്ദ്ര? ഇത്രയും കാലം നമ്മൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ലെന്ന്? പിണക്കത്തിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കമില്ലായിരുന്നു. അവൾ ഇഷ്ടമുള്ള ആളിൻ്റെ കൂടെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മളാരും അന്വേഷിച്ചു പോയില്ല. അടുത്ത കാലത്താണ് അവളെ കാണാനില്ലെന്ന വിവരം അറിയുന്നത്. ഒന്നുകിൽ അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റ് കളഞ്ഞു, അല്ലെങ്കിൽ വകവരുത്തി. ഹൈക്കോർട്ടിലൊരു ഹേബിയസ് കോർപ്പസും കൊടുക്കാം. തന്തയും തള്ളയും മോനും കൂടി ഉത്തരം പറയണം. ഹേമേന്ദ്ര, നമ്മളവളെ പോണ്ടിച്ചേരിക്കുകയും ഒരു തെളിവുമില്ല. അച്ഛൻ ധൈര്യമായിട്ടിരിക്കണം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. ഹേമേന്ദ്രൻ പറഞ്ഞത് കേട്ട് ബാലകൃഷ്ണ മേനോൻ വേണ്ടത്ര ഉറപ്പില്ലാതെ മൂളി. അധ്യായം 7. കുളിച്ചു വന്ന് ഷർട്ടിട്ടെടുത്ത് ചേലച്ചൂട്ടിലേക്ക് പോകാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ശേഖരൻകുട്ടി കണ്ടത്. 4-5 പോലീസുകാർ വളഞ്ഞു പുളഞ്ഞ നടവഴിയിൽ കൂടി ഇറങ്ങി വരുന്നു. തൻ്റെ വീടിന് നേർക്ക് മാത്രമായിട്ടുള്ള വഴിയായതിനാൽ ശേഖരൻകുട്ടി ഉറപ്പിച്ചു, പോലീസ് വരുന്നത് മറ്റെവിടേക്കല്ല. അനീബാബു എവിടെയെങ്കിലും പോയി പണിയുണ്ടാക്കിയെന്നാണ് ശേഖരൻകുട്ടി ആദ്യം കരുതിയത്. കൂട്ടത്തിൽ വനിതാ പോലീസിനെ കൂടി കണ്ടപ്പോൾ ശേഖരൻകുട്ടി അല്പം പതറി. അത് രമണിയെ ഉദ്ദേശിച്ചാണെന്ന് അയാൾ ഊഹിച്ചു. രമണിക്ക് പനിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയാണ് ശേഖരൻകുട്ടി ചേലച്ചൂട്ടിന് പോകാൻ ഇറങ്ങിയത് തന്നെ. ശേഖരൻകുട്ടി മുറ്റത്തു നിന്നും അടുത്തു നിന്നും
പോലീസുകാരെ 4 പേര് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഒരാൾ വഴിയരമ്പിൽ നിന്നും ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. താനാണോ ശേഖരൻകുട്ടി? ആദ്യം വന്ന പോലീസുകാരൻ ചോദിച്ചു. അതെ സാറേ. ശേഖരൻകുട്ടി മുണ്ടിനെ കുത്തഴിച്ചിട്ട് വിനയാതീതനായി. തനിക്ക് ഭാര്യയും മക്കളും ഇല്ലേ? ഉണ്ട് സാറേ. പോക്കറ്റിൽ നിന്നും ഒരു കടലാസ് എടുത്ത് പോലീസുകാരൻ വായിച്ചു. ശേഖരൻകുട്ടി, ഭാര്യ രമണി, മകൻ ചന്ദ്രബാബു, ഇളയ മകൻ അനിബാബു, ഇത്രയും പേരുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. എന്ത് പരാതിയാ സാറേ? തൻ്റെ മകൻ ചന്ദ്രബാബു കല്യാണം കഴിച്ച മാളവിക എന്ന സ്ത്രീ ഇപ്പം നിങ്ങളോടൊപ്പം ഈ വീട്ടിൽ താമസമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? എവിടെ പോയി? ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു? ഈ ചോദ്യങ്ങൾക്കെല്ലാം താനും തൻ്റെ കുടുംബവും ഉത്തരം പറയണം. അതിനെന്താ? പറയാം സാറേ. ഇവിടെ അല്ല, നിങ്ങൾ മുരിക്കാശ്ശേരി സ്റ്റേഷനിൽ വന്ന് CIയോട് പറയണം. ഇതാരാ സാറേ പരാതിക്കാർ? ആ സ്ത്രീയുടെ അച്ഛനും സഹോദരനും അമ്മാവനും ചേർന്നാണ് പരാതി തന്നിരിക്കുന്നത്. രമണിക്ക് പനിയാ. ഞാൻ ചേലച്ചോട് പോയി മരുന്ന് വാങ്ങാനൊന്ന് ഇറങ്ങുമായിരുന്നു. ഞങ്ങൾ നാളെ വന്നാൽ മതിയോ സാറേ? ചന്ദ്രബാബു അനിബാബു ഇപ്പോൾ ഇവിടെ ഇല്ല. അവരുടെ പോയി? ചന്ദ്രബാബു ഏലപ്പാറ കുമളി റൂട്ടിലിടുന്ന ലൈൻ ബസ്സിൻ്റെ കണ്ടക്ടറായിരുന്നു. ജോലിക്ക് പോയതാ, വന്നിട്ടില്ല. കുറേ കാലമായി. അനിബാബു അവൻ്റെ ചേട്ടനെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ പീരുമോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയതാ. മാളവിക എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് ചന്ദ്രബാബുവിൻ്റെ കാര്യമാണോ പറയുന്നത്? അതെ സാറേ. പോലീസുകാരന് സംശയമായി. പരിഹാസമാണോ, കൗശലമാണോ, തട്ടിപ്പാണോ? അതൊരുമാതിരി ഉടായ്പാണല്ലോടാ. മാളവിക എന്ന സ്ത്രീയെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കിട്ടിയ അന്വേഷിക്കാൻ വരുമ്പോൾ അവളുടെ കെട്ടിയവനെ കാണാനില്ലെന്ന് പറഞ്ഞു വേറെ പരാതിയോ? അതെന്നു മുതലാണ് കാണാതെ? സാറേ, 22 കൊല്ലം കഴിഞ്ഞു. കഥയൊന്നും അറിയാതെ പോലീസുകാർ പരസ്പരം നോക്കി. രമണി കൂടി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. സാറേ, ഇതെൻ്റെ ഭാര്യ രമണി. നിങ്ങളെ 2 പേരെയും നിങ്ങളുടെ മക്കളെയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ചെല്ലാനാണ് CIയുടെ ഉത്തരവ്. ഞങ്ങൾ 2 പേരും വരാം, ശേഖരൻകുട്ടി പറഞ്ഞു. 22 വർഷം മുമ്പ് ചേട്ടനെ കാണാതായ പരാതിയുമായിട്ട് അനുജൻ പോയിട്ട് എത്ര വർഷമായി? പോലീസുകാരൻ ഒരെത്തും പിടിയും കിട്ടാതെ ചോദിച്ചു. അവൻ ഇന്നലെയാണ് സാറേ പീരുമേട്ടിന് പോയത്. നിങ്ങളെന്താ പോലീസിനെ കളിയാക്കിയാണോ? 22 വർഷം മുമ്പ് കാണാതായവൻ്റെ പേരും പറഞ്ഞ് ഇന്നലെ പരാതി കൊണ്ടുപോയെന്ന് വെളച്ചിലൊന്നും പോലീസിൻ്റെ അടുത്തെടുക്കല്ലേ സാറേ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ സത്യമാണ് പറഞ്ഞത്. തൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു? 22 കൊല്ലം മുമ്പ് അവളുടെ ഭർത്താവിനെ കാണാതായെങ്കിൽ അവൾ അന്വേഷിച്ചില്ലേ സാറേ? ഇപ്പോൾ ഈ പരാതി തന്നിരിക്കുന്ന ആളുകൾ തന്നെ ഇവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയതാ. അത് ഏതാണ്ട് 22 കൊല്ലത്തോളമായി. അതിനുശേഷം ഞങ്ങൾക്ക് അവളെപ്പറ്റി യാതൊരു അറിവില്ല. ഇതൊരു നടക്കി പോകുന്ന കേസല്ല. നീയുള്ള CIയോട് പറഞ്ഞാൽ മതി. പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ ചോദിക്കാൻ നിൽക്കാതെ വീട്ടിനുള്ളിൽ കയറി വേറെ ആളുണ്ടോ എന്ന് കയറി നോക്കാൻ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. അയാൾ തിരികെ വന്ന് ആരും ഇല്ലെന്ന് അറിയിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് തങ്ങളെ കൊണ്ടുപോകുമെന്ന് ഉറപ്പായതോടെ ശേഖരൻകുട്ടി വീട് അടച്ചുപൂട്ടി. അനന്തരം രമണിയെ താങ്ങി നടത്തി പോലീസുകാരോടൊപ്പം പോയി. ചപ്പാത്തിന് സമീപം പോലീസ് ജീപ്പ് കാത്തുകിടപ്പുണ്ടായിരുന്നു. രമണിയെയും ശേഖരൻകുട്ടിയെയും ജീപ്പിൽ കയറ്റുന്നത് കാണാൻ അയൽക്കാരിൽ ചിലർ റോഡ് വെക്കിൽ എത്തി നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസ് ജീപ്പ് മുരിക്കാശ്ശേരി സ്റ്റേഷൻ ലക്ഷ്യമാക്കി കയറ്റം കയറിപ്പോയി. സ്റ്റേഷനിലെത്തിയ ഉടൻ പോലീസ് ശേഖരൻകുട്ടിയെയും രമണിയെയും CI സാബു വർഗീസിൻ്റെ മുന്നിലെത്തിച്ചു. ഇവർ 2 പേരും മാത്രമേ ഇവിടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ സാറേ. സീനിയർ സിവിൽ ഓഫീസർ വേണുഗോപാൽ CIയോട് വെളിപ്പെടുത്തി. തൻ്റെ ടേബിളിലിരുന്ന പരാതിയുടെ പ്രസക്ത ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിച്ച ശേഷം പരാതി കടലാസ് ഉയർത്തിക്കാട്ടി CI ശേഖരൻകുട്ടിയോട് ചോദിച്ചു. മാളവികയെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ആ സ്ത്രീ എവിടെയാണെന്നോ, എന്ത് സംഭവിച്ചെന്നോ, ജീവിച്ചിരിപ്പുണ്ടെന്നോ, മരിച്ചെന്നോ എന്തെങ്കിലും? അറിയാൻ പാടില്ല സാറേ. സാറിന് ഈ പരാതി തന്നവർ എൻ്റെ വീട്ടിൽ വന്നിട്ട് മാളുവിനെ കൂട്ടിക്കൊണ്ടുപോയതാ 10-20 കൊല്ലം മുമ്പ്. അങ്ങനെ അവർ വന്ന് കൊണ്ടുപോയെന്നും തിരിച്ചു കൊണ്ടുവന്നില്ലെന്നും കാണിച്ച് ആ കാലത്ത് ഞാനിവിടെ ഒരു പരാതി തന്നിട്ടുണ്ടായിരുന്നു. അതേപ്പറ്റി അന്വേഷണമൊന്നും ഉണ്ടായില്ല, ശേഖരൻകുട്ടി പറഞ്ഞു. അന്വേഷണം എന്തുകൊണ്ടാണ് ഉണ്ടാകത്തതെന്ന് താൻ അന്വേഷിച്ചില്ലേ? അന്നിവിടെ ഞാനൊരു സാറിനോട് ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞത് അന്യനാരോ അല്ലല്ലോ കൊണ്ടുപോയത്, ആ പെണ്ണിൻ്റെ അച്ഛനും മാങ്ങളെയും അമ്മാവനും കൂടെയല്ലേ, അവർ വേണ്ട പോലെ നോക്കിക്കോളൂന്ന്. മാളവിക എന്ന സ്ത്രീ അടുത്ത കാലത്ത് കാണാനില്ലെന്ന മട്ടിലാണല്ലോ പരാതി. സാറേ, പള്ളിക്കുടിയിൽ അന്വേഷിച്ചാൽ അറിയാം. കഴിഞ്ഞ 21 കൊല്ലമായിട്ട് അവൾ ഞങ്ങളുടെ കൂടെയില്ല. അനീബാബു എവിടെ പോയി? കഞ്ചാവ് കേസിൽ പോയിട്ട് ഇറങ്ങിയവൻ. അനീബാബു പീരുമേട്ടിലും പെരുവന്താനത്തും പരാതി കൊടുക്കാൻ പോയ കാര്യം CIയോട് പറഞ്ഞു. സാറേ, അവൻ 2 പരാതി കൊടുത്ത ശേഷം ഈ പരാതി വന്നിരിക്കുന്നത്. അവർ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്.
കഴിഞ്ഞ തവണ ഇങ്ങനെ തന്നെ ഒരു സംഭവം നടന്നു. അന്ന് ഞങ്ങളെ കാണാൻ വന്നവരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ വിട്ടു. CI സാബു വർഗീസ് വേണുകുമാറിനോട് ആ സംഭവത്തെപ്പറ്റി തിരക്കി. വേണുകുമാർ ക്രൈംബ്രാഞ്ച് DYSP ഹേമേന്ദ്രൻ നൽകിയ പരാതിയെപ്പറ്റി പറഞ്ഞു. ആ കേസ് കൈകാര്യം ചെയ്തത് എൽദോസ് സാറാണ് സാറേ. അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ ഡീറ്റെയിൽസ്. വേണുകുമാർ പറഞ്ഞു. എൽദോസിനോട് വരാൻ പറ, CI നിർദ്ദേശിച്ചു. 5 മിനിറ്റുള്ളിൽ എൽദോസ് എത്തി. ശേഖരൻകുട്ടിയെയും രമണയെയും മാറ്റി നിർത്തിയിട്ട് CI എൽദോസിനോട് വിവരങ്ങൾ തിരക്കി. ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ് സാറേ, എൽദോസ് പറഞ്ഞു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്ത് പണവും ശക്തിയും അധികാരവും തന്ത്രങ്ങളും എല്ലാം വെച്ചുകൊണ്ടുള്ള യാതൊരു മനസാക്ഷിയില്ലാത്ത കള്ളക്കളി, മറുവശത്ത് കുറച്ച് സത്യങ്ങളും തെളിവുകളും. ഇവർ പറയുന്ന മാളവിക എന്ന പേരുള്ള സ്ത്രീ ഇപ്പോൾ എവിടെയാണ് സാറേ? കംപ്ലൈൻറ്റ് തന്നവർ ഒരു രാത്രി കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നു പോയതാ. ഇവിടെ ശേഖരൻകുട്ടി എന്ന് പറയുന്ന ആളിന് അതിൻ്റെ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അന്നിരുന്നവർ അതത്ര പരിഗണിച്ചില്ല. അയാളുടെ മകനെ കാണാതാ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, 22 വർഷം മുമ്പ്. സാറേ, ശതകോടീശ്വരൻ്റെ വീട്ടിലെ പെങ്കൊച്ചിനെ ബസ് കണ്ടിട്ട് അടിച്ചുകൊണ്ട് പോയി. രജിസ്റ്റർ മാരേജ് കഴിച്ചു. കോടതിയും പോലീസും ഒക്കെ ഇടപെട്ട കേസാണ്. മറ്റവർക്ക് ദുരഭിമാനം മൂത്തു. 22 വർഷമായിട്ട് ഒരുത്തിനെ പറ്റി ഒരു വിവരം ഇല്ലെങ്കിൽ സാറ് ഊഹിക്കാമല്ലോ. അവർ തീർത്ത് കളഞ്ഞതാ. എന്നിട്ട് വന്ന് അവരുടെ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് പോയി. ഇതാണ് സത്യം. പക്ഷേ അസോസിയേഷനിൽ നിന്ന് പ്രഷർ വന്നിട്ടുണ്ട്, പരാതിക്കാർക്ക് ഫേവറബിളായിട്ട് കൈകാര്യം ചെയ്യണമെന്ന്. മറ്റേയാളുടെ മകനെ ഫിനിഷ് ചെയ്തതിനും അവരുടെ പെണ്ണിനെ വാനിഷ് ചെയ്തതിനും തെളിവില്ലല്ലോ. ഇവരാ കുടുങ്ങാൻ പോകുന്നത്. അല്ല സാറേ, ഞാൻ ഈ കേസൊന്ന് പഠിച്ചായിരുന്നു. പെണ്ണിൻ്റെ വീട്ടുകാരൊരു കോമാളിത്തരം കാണിച്ചു വെച്ചിട്ടുണ്ട്. ആ പെണ്ണ് ഗർഭിണിയായിരുന്നു. അവളൊരു പോണ്ടിച്ചേരി കൊണ്ടുപോയിട്ട് പ്രസവിപ്പിച്ച് കൊച്ചിനെ എടുത്തു കളഞ്ഞു. അന്നത്തെ കാലമല്ലേ, തെളിവൊന്നുമില്ലല്ലോ. തെളിവുണ്ട് സാറേ. ആ കളഞ്ഞ കൊച്ച് ജീവിച്ചിരിക്കുന്നു. അതിന് 21 വയസ്സ് കഴിഞ്ഞു. തന്തയും തള്ളയെ അന്വേഷിച്ച് നടക്കിയത്. CI സാബു വർഗീസ് വിശ്വാസം വരാത്തതുപോലെ എൽദോസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയും അതിനെ അഡോപ്റ്റ് ചെയ്ത ആളും അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളും. അന്നും അവർക്കെതിരെ ഒരു കള്ളപ്പരാതി കിട്ടി. എൽദോസ് സംഭവം സാബു വർഗീസിനോട് വിസ്തരിച്ച് പറഞ്ഞു. ഓക്കെ, ഇപ്പം എല്ലാം ക്ലിയറായി. സാറിതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണ്ട പോലെ കൈകാര്യം ചെയ്താൽ മതി. ശരി, താൻ പോയിക്കോ. എൽദോസ് എഴുന്നേറ്റ് ഓഫീസ് മുറിയിലേക്ക് പോയി. CI അവിടെ ഇരുന്ന് അല്പനേരം കൂടി ആലോചിച്ചിട്ട് വേണുകുമാറിനെ വിളിച്ചു പറഞ്ഞു. ശേഖരൻകുട്ടിയും ഭാര്യയും ഹാളിൻ്റെ മൂലയ്ക്കെങ്ങാനും കൊണ്ടുവന്നിരുത്ത്. ആ സ്ത്രീക്ക് പനിയാ സാറേ, 2 പാരസിറ്റാമോൾ വാങ്ങിക്കൊടുക്കണോ? സർ. വേണുകുമാർ പോയി. അല്പം കഴിഞ്ഞപ്പോൾ സാബു വർഗീസിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഹലോ, CI സാബു വർഗീസ് സാർ. അവരെ കിട്ടിയോന്നറിയാൻ വിളിച്ചതാ. തിരുവനന്തപുരത്തുനിന്ന്. ആ കിട്ടി സാർ. എന്നിട്ട് ലോക്കപ്പ് ചെയ്തു. 2 ദിവസം കിടക്കട്ടെ. എത്ര വലിയ പ്രഷർ വന്നാലും വിട്ടയക്കണ്ട സർ. ഓക്കെ. കോള് കട്ടായി. CI തലയ്ക്ക് പിന്നിൽ കൈകൾ പിണച്ച് ചാരിക്കിടന്നു. ഹേമേന്ദ്രൻ കാറോടിച്ച് കല്ലാറ്റുപടിക്കലെത്തിയപ്പോൾ അവിടെ ബാലകൃഷ്ണ മേനോനും ജഗന്നാഥക്കുറിപ്പും ഹരീന്ദ്രനും ഉണ്ടായിരുന്നു. ചെന്നവരെ ഹേമേന്ദ്രൻ പറഞ്ഞു. പെരിയാർവാലിയിൽ നിന്ന് അവരെ പൊക്കി. എന്നിട്ട് ഹരീന്ദ്രൻ ചോദിച്ചു. ലോക്കപ്പ് ചെയ്തു. ഇത്ര പെട്ടെന്ന്? അതിനൊക്കെ നമ്മുടെ ആളുണ്ട് ഹരി. ഇനി അവനെ കൂടി പൊക്കണം. ആരെ? അനീബാബു. ഈസിയാ. അവൻ്റെ ക്രൈം ലിസ്റ്റ് നീണ്ടു പരന്ന് കിടക്കുകയല്ലേ. അവൻ എവിടെയാണ്? ഇന്നലെ മുണ്ടക്കായത്തുണ്ടായിരുന്നു. ഹോട്ടലിൽ റൂമെടുത്ത് ബൈക്ക് അവിടെ വെച്ച് അവൻ പെരുമ്പനന്താനത്ത് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. നമ്മുടെ ആൾ അവനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവൻ എവിടെയാണ്? ഹരീന്ദ്രൻ ചോദിച്ചു. ലോഡ്ജിൽ നിന്ന് പോന്നു. മണിമല ഭാഗത്തൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അവൻ്റെ പഴയ വീട്ടിൽ നിന്ന് സ്ഥലത്ത് പോയി. അവൻ്റെ ചില പരിചയക്കാരെ കണ്ട് സംസാരിച്ചു. പിന്നെ പൊൻകുന്നത്ത് പോയി ലോഡ്ജിൽ മുറിയെടുത്തു. അവൻ പൊൻകുന്നത്ത് വന്നപ്പോൾ പോലീസിനെ കൊണ്ട് കസ്റ്റഡിയിൽ എടുപ്പിക്കായിരുന്നില്ലേ? ജഗന്നാഥക്കുറിപ്പ് ചോദിച്ചു. മണിമല പോലീസിന് ഒരു അങ്കലാപ്പുണ്ട്. SP ഓഫീസിൽ നിന്ന് 2 തവണ വാണിംഗ് കിട്ടിയതുകൊണ്ടാണ്. ഞാൻ പൊൻകുന്നം പോലീസുമായി സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അവൻ മണിമല വന്നത് നന്നായി. അവനെ കൊടുക്കാൻ പറ്റിയ ഒരു കേസ് ഞാൻ ഫോം ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ലോഡ്ജിൽ ചെന്ന് കസ്റ്റഡിയിലെടുക്കും ഇന്ന് രാത്രി. അവൻ എങ്ങോട്ടെങ്കിലും യാത്ര തിരിക്കുന്നുണ്ടോ? യാത്രക്കിടയിലും വളഞ്ഞു പിടിക്കും. ഹേമേന്ദ്രൻ പറഞ്ഞു. ഒരു സമാധാനമല്ലേ ഹേമേന്ദ്രൻ? ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. അതുകൊണ്ട് എങ്ങോട്ട് വന്ന്? ജഗന്നാഥക്കുറിപ്പ് ആവലാതിപ്പെട്ടു. നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിൽ പോ. അവൻ്റെ കാര്യം ഞാൻ ഏറ്റു. ഹേമേന്ദ്രൻ സാന്ത്വനപ്പെടുത്തി. നല്ല ഒന്നാന്തരം കളിയാണ് ഞാൻ കളിക്കുന്നത്. നമ്മളെ ആരും ഒന്നും ചെയ്യാനില്ല. അതാദ്യം വിശ്വസിക്കുക. ജഗന്നാഥക്കുറിപ്പും ഹരീന്ദ്രനും അത് വിശ്വാസത്തിലെടുത്ത് അല്പം സമാധാനത്തോടെ മങ്ങാട്ടുശ്ശേരിക്ക് തിരിച്ചുപോയി. സന്ധ്യ കഴിഞ്ഞപ്പോൾ ഹേമേന്ദ്രൻ പൊൻകുന്നത്തേക്ക് പോയി. ബസ് സ്റ്റാൻഡിന് സമീപം കാറ് തുക്കിയിട്ട് പൊൻകുന്നം പോലീസിൻ്റെ സന്ദേശം കാത്തു കിടന്നു.
10 മണി കഴിഞ്ഞപ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ വിളി വന്നു. അവൻ ലോഡ്ജിൽ നിന്ന് ഇറങ്ങി മുറി ചെക്കൗട്ട് ചെയ്തു. പാലാഭാഗത്തേക്കാണ് അവൻ്റെ നീക്കം. ശരി, ഫോളോ ചെയ്യ്, ഞാൻ ടൗണിലുണ്ട്, പുറകെ എത്തിക്കോളാം. ലോഡ്ജിൽ നിന്ന് ബൈക്കെടുത്ത് പ്രശാന്ത് നഗർ വഴിയാണ് പോയിരിക്കുന്നത്. ഓക്കെ, പൈകയ്ക്ക് പുറത്ത് വെച്ച് പിടിക്കണം, ഹേമേന്ദ്രൻ നിർദ്ദേശിച്ചു. കൂരാലി ജംഗ്ഷനിൽ വെച്ച് പോലീസ് ജീപ്പ് അനീബാബുവിൻ്റെ ബൈക്കിനെ ഓവർടേക്ക് ചെയ്തു. ബൈക്കിന് കുറുകെ ജീപ്പ് നിർത്തി. പോലീസുകാർ ചടുവിടും തന്നെ ഇറങ്ങി. ബൈക്കിൻ്റെ വലതുഭാഗത്ത് ഹേമേന്ദ്രൻ്റെ കാറും വന്നു നിന്നു. അധ്യായം 8. പോലീസ് ജീപ്പ് പിന്തുടർന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ അനീബാബു പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് സന്ദീപിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് വളഞ്ഞതിന് ശേഷമേ സന്ദീപിൻ്റെ പ്രതികരണം കിട്ടിയുള്ളൂ. ഹലോ ചേട്ടാ, എന്താ ഇവിടെ? പൊൻകുന്നത്തിനടുത്താ പോലീസ് വളഞ്ഞു. പൊൻകുന്നം പോലീസാണോ? ആണെന്ന് തോന്നുന്നു. രക്ഷപ്പെടാൻ വഴിയില്ലേ? ഇല്ല. കട്ട് ചെയ്യണ്ട, ബാക്കി ഞാൻ നോക്കിക്കോളാം. പോലീസ് ബൈക്കിനടുത്ത് എത്തിക്കഴിഞ്ഞെന്നു. ഇറങ്ങണ ബൈക്കിൽ നിന്ന്. എന്തിനാ സാറേ ഇറങ്ങുന്നത്? കാര്യം പറ. ഞാൻ കുറ്റം വല്ലതും ചെയ്തോ? ഹെൽമെറ്റിൻ്റെ മുന്നിൽ ഗ്ലാസ് ഉയർത്തി വെച്ചുകൊണ്ട് അനീബാബു ചോദിച്ചു. ചോരയൊന്നും ഇങ്ങോട്ട് വേണ്ട, ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം. ഇതാണോ സാറേ മര്യാദ പോലീസ്? പത്രത്തിലൊക്കെ കണ്ടത് ഇങ്ങനെയല്ലല്ലോ. യാത്രക്കാരൻ്റെ അടുത്ത് നിന്ന് മര്യാദയ്ക്ക് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണമെന്നല്ലേ? ഇറങ്ങണോ കഴിവേണ്ട മോനെ. സ്റ്റേഷൻ ഓഫീസർ ഷൂസിട്ട കാല് നിലത്ത് ചവിട്ടി ഗർജിച്ചു. നല്ല ഭാഷ, നല്ല മര്യാദ. ഇറങ്ങി സാറേ. അനീബാബു ഇറങ്ങി ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചു. ഹെൽമെറ്റ് മാറ്റടാ. അനീബാബു ഹെൽമെറ്റിന് പിൻസ്റ്റാപ്പ് അഴിക്കാൻ ശ്രമിക്കുന്നതായി ഭാവിച്ചു. സാറേ, എന്താ പ്രശ്നം? ബുക്കും പേപ്പറൊക്കെ ഉണ്ട്, കാണിക്കാം. ഇതേതായി ബൈക്ക്? എറണാകുളം രജിസ്ട്രേഷനാണല്ലോ. സാറേ, ഇതെനിക്കൊരു പത്രക്കാരൻ വാങ്ങി തന്ന. നിനക്കൊരാൾ വെറുതെ വാങ്ങി തന്നെന്നോ? എൻ്റെ കഷ്ടപ്പാട് കണ്ട് മനസ്സലിഞ്ഞത് ഇതാ സാറേ. അപ്പോഴേക്കും കാറിൽ നിന്നും ഹേമേന്ദ്രൻ ഇറങ്ങി വന്നു. അവനെന്താ ഹെൽമെറ്റ് മാറ്റാത്തേ? അയാൾ ചോദിച്ചു. സാറേ, ഇത് മുറുകിപ്പോയി. അതിൻ്റെ ക്നാപ്പ് എവിടെയാണെന്ന് നോക്കിയിട്ട് കിട്ടുന്നില്ല സാറേ. ഹേമേന്ദ്രൻ സാറല്ലേ, കല്ലാറ്റ് പിടിക്കില്ലേ? അവൻ്റെ ഹെൽമെറ്റ് മാറ്റ്. പോലീസുകാരൻ മുന്നോട്ട് വന്ന് ബക്കിളിൽ നിന്നും സ്ട്രാപ്പ് അഴിച്ച് ഹെൽമെറ്റ് മാറ്റിയെടുത്തു. SI അടക്കം 5 പോലീസുകാർ. കല്ലാറ്റ് പിടിക്കലെ ഹേമേന്ദ്രൻ സാറും ഉണ്ട്. ഹെഡ്സെറ്റ് മൗത്ത് പീസ് ചുണ്ടിനോട് ചേർത്ത് അനീബാബു പറഞ്ഞു. അപ്പോഴാണ് അയാളുടെ പോക്കറ്റിൽ ഫോണിൽ നിന്നും ചെവിയിലേക്ക് നീളുന്ന കറുത്ത കേബിൾ പോലീസുകാർ കണ്ടത്. എന്നെ ബൈക്കിൽ നിന്ന് പിടിച്ചിറക്കി എൻ്റെ തലേന്ന് ബലമായിട്ട് ഹെൽമെറ്റ് അഴിച്ചു മാറ്റി. ഇതുവരെ ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പോലീസുകാർ മുമ്പേ വന്ന് തടഞ്ഞു നിർത്തി. ഹേമേന്ദ്രൻ സാർ പുറകെ വന്നു. പെട്ടെന്ന് SI അനീബാബുവിൻ്റെ ചെവിയുള്ള കേബിൾ വലിച്ചെടുത്തു. അയാൾക്ക് കേബിൾ മാത്രമേ കിട്ടിയുള്ളൂ. ഫോണ് പോക്കറ്റിൽ തന്നെയായിരുന്നു. SI കേബിൾ വലിച്ചു പറിച്ചു. ഫോണും നശിപ്പിക്കുന്ന ലക്ഷണ. കുറ്റം എന്താണെന്നറിയില്ല, അനീബാബു ഉറക്കെ പറഞ്ഞു. ഇത്രയായപ്പോഴേക്കും SI അനീബാബുവിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ മേടിച്ചെടുത്തു. സാറേ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവിടല്ല, ഇതിൻ്റെ മറ്റേ അറ്റത്ത്. നിന്നെ മോഷണക്കുറ്റത്തിന് പോലീസ് കസ്റ്റഡിയിലെടുക്കുക. അത്രയും പറഞ്ഞിട്ട് SI കോള് കട്ട് ചെയ്തു. ആണോ? അപ്പോൾ ഈ സാർ എന്തിനാ വന്നേ? ഹേമേന്ദ്രൻ്റെ നേർക്ക് ആംഗ്യം കാട്ടി അനീബാബു SIയോട് ചോദിച്ചു. നിന്നെ ഒന്ന് കാണാൻ. ഹേമേന്ദ്ര അനീബാബുവിൻ്റെ മുന്നിലേക്ക് വന്നു. അയാൾ അടിമുടി നോക്കിയിട്ട് SIയോട് നിർദ്ദേശിച്ചു. ഇവനെ ജീപ്പിലോട്ട് കയറ്റ്, ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ട്. വണ്ടിയിലോട്ട് കയറാ. SI അനീബാബുവിൻ്റെ നേർക്ക് ആക്രോശിച്ചു. ശരി സാറേ, ബൈക്കിൻ്റെ കാര്യം എങ്ങനെയാ? കാശ് കൊടുത്ത് വാങ്ങിച്ചതാ, മോട്ടിച്ചതല്ല. അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അനീബാബു ജീപ്പിലോട്ട് കയറാൻ വേണ്ടി ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ഹേമചന്ദ്രൻ്റെ മുഖവുമായുള്ള കൈയകലം മനക്കണക്ക് കൂട്ടിയിട്ട് കക്ഷത്തിനടിയിൽ മുഷ്ടി ചുരുട്ടി ഇടങ്കൈ കൊണ്ട് മിന്നൽ വേഗത്തിൽ ഹേമേന്ദ്രൻ്റെ വലതുതാടിക്ക് തൊട്ട് മുകളിൽ ഒരൊറ്റയിടി. ഹേമേന്ദ്രൻ ചെറുതായെന്ന് നിരങ്ങി. പിന്നെ വെട്ടിയിട്ട വഴി താഴെ വീണു. സംഭവം എന്താണെന്ന് പോലീസിന് മനസ്സിലാവുമ്പോഴേക്കും അനീബാബു ജീപ്പിൽ കയറിയിരുന്നു. SI കുനിഞ്ഞ് റോഡിലേക്ക് നോക്കി. വഴിവിളക്കിൻ്റെ വെട്ടത്തിലൊരു ശവം പോലെ ഹേമേന്ദ്രൻ. വായ്ക്കുള്ളിൽ നിന്നും ചോര പുറത്തേക്ക് വാർന്നു. SI തിരിഞ്ഞ് ജീപ്പിലേക്ക് നോക്കി ഗർജിച്ചു. നീ എന്നതാടാ രാഷുമോനെ കാണിച്ചത്? പൂച്ചയ്ക്ക് എന്താ സാറേ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? എന്നെ മോഷണക്കുറ്റത്തിനല്ല പിടിച്ചത്. അയാളപ്പോൾ SP DYSP ഒന്നുമല്ലല്ലോ. SI എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു പോയിരുന്നു. പോലീസുകാർ കുനിഞ്ഞു വിളിച്ചിട്ടും കുലുക്കിയിട്ടും ഹേമേന്ദ്രൻ അനക്കൊന്നുമില്ല. ജീപ്പിൽ നിന്നും വെള്ളം എടുത്തു കൊണ്ടൊന്ന് മുഖത്ത് കുടഞ്ഞു. സാറേ, ആശുപത്രി കൊണ്ടുപോകും. ജീപ്പിലിരുന്ന് അനീബാബു പറഞ്ഞു. അതല്ലാതെ വേറെ നിവൃത്തിയില്ലെന്ന് പോലീസിന് മനസ്സിലായി. പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന് ഹേമേന്ദ്രനെ താങ്ങിയെടുത്ത് കാറിൽ കയറ്റാൻ നോക്കിയപ്പോൾ കാറ് ലോക്കഡാണ്. കാറിൻ്റെ സ്വിച്ച് കീ റോഡിലും ഹേമേന്ദ്രൻ്റെ പോക്കറ്റിലും പരുതിയെങ്കിലും കിട്ടിയില്ല. പോലീസ് ഹേമേന്ദ്രനെ പോലീസ് ജീപ്പിൻ്റെ മുൻസീറ്റിലേക്ക് കയറ്റിയിട്ട് പിന്നിലേക്ക് ചായ്ച്ച് അതിൽ കിടത്തി. ജീപ്പുടൻ ആശുപത്രി ലക്ഷ്യമാക്കി പാഞ്ഞു. പിറകിലെ സീറ്റിൽ കൂസലില്ലാതെ ഇരിക്കുന്ന അനീബാബുവിനെ
എതിർവശത്തെ സീറ്റിലിരുന്ന 2 പോലീസുകാർ തറപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഹേമേന്ദ്രനെ ഇടിച്ചു വീഴ്ത്തിയ ഒരുത്തനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് നിശ്ചയം പോരാ. പൊൻകുന്നം പോലീസിന് അനീബാബുവിനെ പരിചയമില്ല. എന്നാൽ ഒരാശയക്കുഴപ്പം നീണ്ടു നിന്നു. ഹേമേന്ദ്രനെ ശാന്തിനികേതൻ ഹോസ്പിറ്റലിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷകൾ നൽകി. അരമണിക്കൂറിനുള്ളിൽ അയാൾക്ക് ബോധം വീണിട്ടി. പക്ഷെ താൻ എവിടെയാണെന്നോ തനിക്ക് എന്താണ് പറ്റിയെന്നോ അയാൾക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ മുഖം നീര് വന്ന് ചീർത്തിരുന്നു. താടിയലിന് ഒരുപക്ഷെ ഫ്രാക്ചർ ഉണ്ടാകുമെന്നും എക്സ്റേ എടുത്തു നോക്കണമെന്നും പോലീസിന് ഡോക്ടർ അറിയിച്ചു. ഹേമേന്ദ്രൻ്റെ ചുണ്ടിലും കവിളത്തും താടിയിലും പറ്റിപ്പിടിച്ചിരുന്ന ചോര നേഴ്സുമാർ പഞ്ഞി കൊണ്ട് ഒപ്പിയെടുത്തു. 2 പോലീസുകാരെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് SI ജീപ്പിൽ അനിബാബുവിനെയും കൊണ്ട് സ്റ്റേഷനിലെത്തി. അനിബാബുവിനെ ഓഫീസ് റൂമിലേക്ക് കയറ്റി നിർത്തി ചോദ്യം ചെയ്തു. നീ ആരെയാണ് കൈയേറ്റം ചെയ്തതെന്ന് അറിയാമോടാ റാസ്കലെ? ക്രൈംബ്രാഞ്ച് DYSP ഹേമേന്ദ്രൻ സാറിന്. അറിയാൻ സാറേ. അയാളിപ്പോൾ DYSP അല്ലെന്നും അറിയാം. അയാൾക്കിനി ആ തൊപ്പി തിരിച്ചു കിട്ടാനും പോകുന്നില്ല. ഭയങ്കര ക്രിമിനലാണ് സാറേ. അയാൾ ചെയ്തിട്ടില്ലാത്ത കുറ്റകൃത്യങ്ങളില്ല. അഴിമതി, കൈക്കൂലി, പക്ഷപാതം, തട്ടിപ്പ്, മാനഭംഗം, പെൺവാണിഭം, മയക്കുമരുന്ന്, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, അതെല്ലാം വെളിച്ചത്ത് വരാൻ പോവുക. നിനക്ക് ഹേമേന്ദ്രൻ സാറുമായിട്ട് എന്താ മുൻപരിചയം? അത് വലിയ കഥയാണ് സാറേ. സാറ് നാളത്തെ പത്രത്തിൽ വായിച്ചാൽ മതി, ന്യൂസ് പേപ്പറിലോ. SI അവിശ്വാസത്തിൽ അയാളെ നോക്കി. സാറിന് വിശ്വാസം വരുന്നില്ലല്ലേ? എൻ്റെ പടം സഹിതം നാളെ വാർത്ത വരും സാറേ. SI എഴുന്നേറ്റ് മേശമേൽ ചാരി നിന്നുകൊണ്ട് അനിബാബുവിനെ അടിമുടി നോക്കി. സാറേ, ഞാൻ അയാളെ ഇടിച്ചത് ക്രിമിനൽ കുറ്റമാണ്. സാറിൻ്റെ പേരിൽ കേസെടുത്തോ. ലോക്കപ്പിൽ കയറ്റി ഇടിച്ച് അവശനാക്കിക്കോ. നാളെ കോടതിയിൽ ഹാജരാക്കിക്കോ. അതെല്ലാം മുറ പോലെ നടന്നോട്ടെ. എടാ, പോലീസിൻ്റെ മുന്നിൽ വെച്ച് ഹേമേന്ദ്രൻ സാറിനെ ഇടിക്കാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ വന്നെന്നാ ചോദ്യം. അതിനൊരു കാരണമുണ്ട് സാറേ. എന്നെ എന്തിനാ സാർ വളഞ്ഞു പിടിച്ചതെന്ന് സാറിനറിയാവോ? ഇല്ല. പൊൻകുന്നം സ്റ്റേഷൻ അതിർത്തിയിൽ ഞാൻ വല്ല കുറ്റകൃത്യം ചെയ്തോ? ഇല്ല. അപ്പോൾ സാർ എന്നോട് അനീതിയല്ലേ കാണിച്ചേ? അത് ഹേമേന്ദ്രൻ സാറ് പറഞ്ഞിട്ടല്ലേ? കസ്റ്റഡിയിലെടുത്ത് സാറിനെ ചിലപ്പോൾ ഹേമേന്ദ്രന് വിട്ടുകൊടുത്തെന്ന് വരും. അയാൾക്ക് കൊലപാതകമൊക്കെ നിസ്സാര. അത് ചെയ്യാൻ തയ്യാറുള്ള കൂലി ഗുണ്ടകളുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചിലപ്പോൾ മണ്ണിനടിയിലോ വെള്ളത്തിനടിയിലോ ആയെന്ന് വരും. ഇനി എന്തായാലും സാറിന് എൻ്റെ പേരിൽ കേസെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അനീബാബു കൂസലില്ലാതെ പറഞ്ഞു. കേസെടുക്കണമെന്ന് നിർബന്ധമില്ലടാ. കേസെടുക്കാതിരിക്കാൻ നീ ഹേമേന്ദ്രൻ സാറിനെ ഇടിച്ചിട്ടുമില്ല. ഞാൻ നിന്നെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. സാറ് കുടുങ്ങുകയെ. സാറിൻ്റെ തൊപ്പി പോകും. സംഭവം നടന്ന സ്ഥലത്ത് പത്രക്കാർ ചെന്ന് കാറിൻ്റെയും ബൈക്കിൻ്റെയും ഫോട്ടോ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് അവർ വാർത്തയെടുത്തു. അധികം വൈകാതെ സാറിന് കോൾ വരും. ഇവിടെ ആളും വരും. SI അങ്കലാപ്പിലായി. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഇതിൻ്റെയൊക്കെ പുറകിൽ നല്ല ബുദ്ധിയുള്ള തലകളുണ്ട് സാറേ. ഇപ്പോൾ സാറിന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. സാറ് പെട്രോളിങ്ങിന് പോകുന്ന വഴിക്ക് ഒരിടത്ത് ആക്രമണം നടക്കുന്ന ജീപ്പ് നിർത്തി. ഞാൻ ഹേമേന്ദ്രൻ സാറിനെ ഇടിച്ച് താഴെ ഇട്ടിരിക്കുന്നത് കണ്ട് എന്നെ കസ്റ്റഡിയിലെടുത്ത് ഹേമേന്ദ്രനെ ആശുപത്രിയിലെത്തിച്ച്. എന്നെ കസ്റ്റഡിയിലെടുത്തതിന് കാരണമായി അതിന് പകരം വല്ല കുറ്റവും എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാൽ സാറ് വെള്ളം കുടിക്കും. നിനക്ക് എങ്ങനെ അറിയാം ഈ ക്രിമിനൽ പ്രൊസീജിയറൊക്കെ? ഷിജിൽ ഷാജു ഗൗരവം വിടാതെ തിരക്കി. 15ാമത്തെ വയസ്സിൽ പോലീസ് എന്നെ കസ്റ്റഡിയിലെടുത്തതാണ്. 23 കൊല്ലമായിട്ട് പോലീസും കോടതിയും വക്കീലും ജയിലും ഒക്കെ ആയിട്ടാണ് ഞാൻ ജീവിക്കുക. കൊലപാതകം മാത്രം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ നിയമവശങ്ങൾ കുറേ പഠിക്കാൻ ബാക്കിയുണ്ട്. അതും പഠിക്കേണ്ടി വരും. പല്ലളിച്ചുള്ള ശബ്ദമില്ലാത്ത ചിരിയിൽ അനീബാബു സംഭാഷണം നിർത്തി. SI മേശപ്പുറത്തു നിന്നും എഴുന്നേറ്റപ്പോഴേക്കും അയാളുടെ സെൽഫോൺ ശബ്ദിച്ചു. SI ഫോണെടുത്ത് നോക്കി. പരിചിതമായ നമ്പർ. പൊൻകുന്നം ബ്യൂറോയിൽ നിന്നാണ്. ഹലോ രതീഷേ, സാറ് ഒരാളെ കസ്റ്റഡിയിലെടുത്തില്ലേ അനൂബാബു? എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ സാറേ? നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടി? ഞങ്ങൾ കൂരാലി ജംഗ്ഷനെടുത്ത് സ്പോട്ടിൽ പോയി പടങ്ങളൊക്കെ എടുത്ത് വരിക സാറേ. ഇപ്പോൾ ശാന്തിനികേതൻ്റെ മുന്നിലുണ്ട്. എന്നാ കേസ്? അറസ്റ്റ് ചെയ്തോ? നാളെ കോടതിയിൽ ഹാജരാക്കുമോ? വന്നാൽ കാണാൻ പറ്റുമോ? രതീഷേ, നിങ്ങളൊരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കും. ഞാൻ തിരക്കിലാണ്. SI കോൾ കട്ട് ചെയ്തു. എന്നിട്ട് അനൂബാബുവിനെ നോക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ, വായടച്ചു വെക്കണം റാസ്കലെ. SI ചീറി. ഉടൻ തന്നെ റൈറ്ററെ വിളിച്ച് കസ്റ്റഡി രേഖപ്പെടുത്തി അനീബാബുവിനെ ലോക്കപ്പ് ചെയ്യാൻ നിർദ്ദേശിച്ചു. അതിനിടയിൽ ഹോസ്പിറ്റലിൽ ഹേമേന്ദ്രനെ തുടർന്ന പോലീസുകാരുടെ കോൾ വന്നു. ഹേമേന്ദ്രൻ സാറും സംസാരിക്കണം. അദ്ദേഹത്തിൻ്റെ ഫോണ് കാറിനുള്ളിലാണ്. കൊടുക്കട്ടെ സാറേ? കൊടുക്ക്. 2 സെക്കൻഡിനകം ഹേമേന്ദ്രൻ്റെ വായിൽ മുഴയുള്ള പോലെ ശബ്ദം കേൾക്കായി. ഹലോ. അവനെന്ത് ചെയ്തു? ലോക്കപ്പ് ചെയ്തിരിക്കുക. കസ്റ്റഡി റെക്കോർഡാക്കിയോ? സാർ, അങ്ങനെ വേണ്ടി വന്നു. അവനെ കസ്റ്റഡിയിലെടുത്ത് എനിക്ക് വിട്ടുതരാനല്ലേ തന്നോട് പറഞ്ഞത്? സാർ, അതൊന്നും നടപ്പില്ല. പത്രക്കാർ വിവരം അറിഞ്ഞു. അവർ സ്പോട്ടിൽ പോയി സാറിൻ്റെ കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ പടം എടുത്തു.
അവരത് വാർത്തയാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അവരൊക്കെ എങ്ങനെ അറിഞ്ഞു? സാറേ, ഇവൻ്റെ പുറകിലൊരു വലിയ ടീമുണ്ട് സാറേ. ലോക്കപ്പിലിട്ട് ശരിക്കൊന്ന് ചോദിച്ചു നോക്ക്, അവൻ്റെ ടീമിൽ ആരൊക്കെയുണ്ട്. അവനൊരു കൂസലുമില്ല, ഇടിച്ചോളാനാണ് പറയുന്നത്. പ്രശ്നം അതൊന്നുമല്ല. നമ്മൾ എന്ത് കേസ് ചാർജ് ചെയ്യും? മോഷണം, കവർച്ച. സാറേ, തെളിവില്ല. എവിടുന്ന് പോയി മോഷണം പോയി? എന്ത് മോഷണം പോയി? ആരുടെ മോഷണം പോയി? ഇതിനൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയണം. എന്നെ കൈയേറ്റം ചെയ്ത കേസ് തന്നെ ചാർജ് ചെയ്തോ? അതുതന്നെയാണ് അവനും പറയുന്നത്. നാളെ കോടതിയിൽ ഹാജരാക്കിയേക്കാൻ. എന്താ അവൻ്റെ ഉദ്ദേശം? കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് പോകാനായിരിക്കും. റിമാൻഡ് ചെയ്യിക്കണം. അവന് ജാമ്യം കിട്ടരുത്. പൊൻകുന്നം സബ് ജയിലിൽ അവനെ കിട്ടണം എനിക്ക്. സാറിനിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ലോവർ ജോണിലൊരു ഹെയർ ലൈൻ ഫ്രാക്ചർ. കോളറിട്ടാൽ മതി. 2 ആഴ്ചത്തെ റെസ്റ്റ്. സാർ, വയ്ക്കുക. സംസാരിക്കാൻ വയ്യടോ. ഓക്കെ സാർ. ഫോൺ കോൾ കട്ടാക്കിയിട്ട് ഷിജിൽ ഷാജു തൻ്റെ കീഴിലുള്ള ഇടിപ്രിയരായ 2 സിവിൽ പോലീസുകാരെ വിളിച്ച് ഹേമേന്ദ്രൻ്റെ ആഗ്രഹം അറിയിച്ചു. ഇടിവീരനായ ഇട്ടിയയ്പ് എന്ന പോലീസുകാരനും കൂടി ചേർന്ന് 3 പേര് ലോക്കപ്പിലേക്ക് കയറിച്ചു. പ്രിയരെ, ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് കാണാം അല്ലേ? ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.